കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പൽക്കാലം സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ ക്രിസ്തേശു എന്ന നാമത്തിൽ ആരായിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഹല്ലേലൂയ ഒരുക്കിയ നല്ല സാവകാശത്തിനായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെപ്പോലെ സമപ്രായക്കാർ അനേകർ ഇന്ന് ദൈവം ആരെന്നറിയാതെ ഹല്ലേലൂയ ഭൂമുഖത്ത് അനേക ഹല്ലേലൂയ സ്തോത്രം ദേവന്മാരെ തേടി നടക്കുമ്പോൾ സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവം നമുക്ക് ഈ നാളുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല, ഞാനിത് ലജ്ജയ്ക്കായിട്ട് നിങ്ങളോട് പറയും. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയണം. നിങ്ങളുടെ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്, അവൻ്റെ ശക്തി എന്താണ്, അവൻ്റെ വലിപ്പം എന്താണ്, ഇതിനൊക്കെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? പറയുവാൻ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ബാധ്യസ്ഥരാണ്. നമ്മുടെ യേശുവിനെ കുറിച്ചും നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നമുക്ക് അല്പസമയം ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ അതിൻ്റെ 3-ാം അധ്യായം 22 മുതൽ വായിച്ചു, 22, 24 വരെ വായിച്ചു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ഇപ്പോൾ അവൻ എന്ത് ചെയ്യും? കൈ നീട്ടിയിട്ട് ജീവവൃക്ഷത്തിന്റെ ഫലം എന്നേക്ക് ജീവിക്കാൻ എന്ത് ചെയ്യും? സംഗതിയാകുമെന്ന് കൽപ്പിച്ചു. എന്നിട്ട് അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് അവൻ എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്താക്കി. എപ്പോഴാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? അവൻ എന്ത് ചെയ്തു? നന്മ തിന്മകളുടെ ഫലം കഴിച്ചു. എന്ത് ചെയ്തു? പാപം ചെയ്തുകൊണ്ട് പിന്നെ അവൻ ഇനി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ച് അവൻ നിത്യമായി പാപിയായിട്ട് ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്തു? അവനെ പുറത്താക്കി. വായിക്കും. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ ഏദൻ തോട്ടത്തിലെ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തുവായി നിർത്തി? വാളിന്റെ ജ്വാലയുമായി നിർത്തി. ഹല്ലേലൂയ സ്തോത്രം. എന്തിനാ കെരൂബുകളെ നിർത്തിയത്? ജീവവൃക്ഷത്തിന്റെ ഫലം മനുഷ്യൻ എന്ത് ചെയ്തു? തിന്ന് എന്ത് ചെയ്യരുത്? നിത്യഭാവിയായിട്ട് ജീവിക്കാതിരിക്കാൻ വേണ്ടി അവിടെ എന്ത് ചെയ്തു? കെരൂബുകൾ എന്ന് പറഞ്ഞാൽ ആരാ? ദൂതന്മാരെ എന്ത് ചെയ്തു? എങ്ങനെ നിർത്തിയേ? വാളുമായി നിർത്തി. ഹല്ലേലൂയ സ്തോത്രം. വാൾ എന്ത് ചെയ്തു? അവിടെ വെച്ചു. എവിടെയാ വാൾ വെച്ചത്? ഏദൻ തോട്ടത്തിൽ വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇനി വെളിപ്പാട് പുസ്തകം 2:7 വായിച്ചാട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. എപ്പോഴാ ഇനി ജീവവൃക്ഷത്തിന്റെ ഫലം കിട്ടുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ജയിക്കുന്നവൻ എന്ത് ചെയ്യും? ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കിട്ടും. ഇനി കിട്ടുന്ന ഒരു സമയമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്ത് ചെയ്തു? ജീവവൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്തു? കൊടുക്കാതെ അവിടെ കാപ്പാൻ എന്ത് ചെയ്തു? കെരൂബുകളെ ഹല്ലേലൂയ സ്തോത്രം അവിടെ എങ്ങനെ നിർത്തി? വാളുമായിട്ട് നിർത്തി. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 2-ാം അധ്യായത്തിൽ പറയുകയാണ്, എഫെസോസിലെ സഭയുടെ ദൂതനാണ് ഈ പ്രവചനം എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? 7 നക്ഷത്രം ഫലം കയ്യിൽ പിടിച്ചുകൊണ്ട് 7 പൊൻതൂവലുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും എന്താ കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് നീ പരീക്ഷിച്ച് എന്ത് ചെയ്തു? എന്റെ നാമനിമിത്തം, യേശു എന്ന നാമനിമിത്തം നീ സഹിച്ചതും നിനക്ക് ഒരു കുറവുണ്ട്. യേശുവിന്റെ നാമത്തെ നീ അറിയുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു കുറവുണ്ട്. നിനക്ക് എന്തില്ല? ആദ്യ സ്നേഹം ഇല്ല. അപ്പൊ നീ ജയിക്കുന്നവർക്ക് എന്ത് കിട്ടും? ഈ സഭയ്ക്ക് എന്താ കിട്ടുന്നത്? എഫെസോസിലെ സഭയ്ക്ക് എന്താ കിട്ടുന്നത്? ജീവവൃക്ഷത്തിന്റെ ഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഉൽപ്പത്തി പുസ്തകം എന്ത് സംഭവിച്ചിരിക്കുക? വാള് വെച്ചിരിക്കുക. എന്ത് കിട്ടാതിരിക്കാൻ? അപ്പൊ എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? വാള് നീക്കണം. വാള് നീക്കിയാലേ എന്ത് കിട്ടുള്ളൂ? ജീവവൃക്ഷത്തിന്റെ ഫലം കിട്ടുകയുള്ളൂ. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം
48:10. യഹോവയുടെ പ്രവൃത്തി യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഉദാസീനതയോടെ ചെയ്യുന്നവൻ ആരാന്ന് പറഞ്ഞേ? ശപിക്കപ്പെട്ടവൻ. രക്തം ചൊരിയാതെ വാൾ അടക്കി വെക്കുന്നവൻ രക്തം ചൊരിയാതെ വാൾ അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം വാളിന്റെ ജോലി എന്താ? രക്തം ചൊരിയുക. വാൾ എവിടെ വെച്ചു? ഉൽപ്പത്തി പുസ്തകത്തില് വാൾ വെച്ചു. ആര് വെച്ചു? പിതാവായ ദൈവം വെച്ചു. എന്തിനാ വെച്ചത്? മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട്, അല്ലേ? അപ്പോ ഇനി എന്ത് ചെയ്യണം? വാള് നീങ്ങണം. വാളിന്റെ ജോലി എന്താ? രക്തം ചൊരിയുക. രക്തം ചിന്തണം. രക്തം ചിന്തിയാൽ മാത്രമേ ഇനി എന്ത് കിട്ടുള്ളൂ? ഈ ഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വാള് നീങ്ങണം. വാള് നീങ്ങണ എന്ത് ചെയ്യണം? രക്തം ചൊരിയുക. രക്തം ചിന്തണം. അല്ലെങ്കിൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13:7 മുതൽ വായിച്ചാൽ 9 വരെ. വാളെ എന്റെ ഇടയന്റെ നേരെയും ആ. എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് വാളിനോട് പറയുക, പ്രവചിക്കുകയാണ് ഈ സക്കറിയാവ്. വാളെ എന്റെ ഇടയന്റെ നേരെ, എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെ എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെ എന്ത് ചെയ്യണം? ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആ. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ആടുകൾ ചിതറിപ്പോകേണ്ടതിന് എന്ത് ചെയ്യണം? ഇടയനെ വെട്ടും. ഇടയനെ വെട്ടണം. ആരുടെ ഇടയനെ വെട്ടണമെന്നാ പറഞ്ഞേക്കുന്നത്? യഹോവയുടെ ഇടയനെ. എന്റെ ഇടയന്റെ നേരെയും എന്റെ ഇടയൻ എന്ന് പറഞ്ഞ ആരുടെ ഇടയനാ? അത് പറയുന്ന ആരാ? സക്കറിയ പ്രവചിക്കുക. ആരുടെ ഇടയനാ? യഹോവയായ ദൈവത്തിന്റെ ഇടയൻ. ഇടയൻ ആരാ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എബ്രായത്തിൽ പറയുന്നുണ്ട് വലിയ ഇടയൻ, അല്ലേ? അത് അതിലേക്ക് ഞാൻ വരാം. ഇനി അപ്പൊ എന്ത് ചെയ്യണം? വാൾ എന്ത് ചെയ്യണം? ഇടയനെ. വാളിന്റെ ജോലി എന്താ? ഒന്ന്, രക്തം ചൊരിയണം. വാളിന്റെ ജോലി ഇവിടെ വാള് വെച്ചിരിക്കുക. വാള് മാറണമെങ്കിൽ ആദ്യം രക്തം ചൊരിയാലേ വാള് മാറുള്ളൂ. രണ്ട്, ഈ വാള് ആരെ വെട്ടണം? ഇടയനെ വെട്ടണം. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:20-21. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ഇത് പ്രവചിക്കാണ് സക്കറിയ പ്രവാചകൻ. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയൻ. ആരുടെ ഇടയനാ? ആടുകളുടെ. എന്താ രക്തമാണ്? നിത്യ നിയമത്തിന്റെ രക്തം. അപ്പം വാളിന്റെ ജോലി എന്താ? രക്തം ചൊരിയുക. രക്തം ചിന്തണം. അപ്പൊ നിത്യ നിയമത്തിന്റെ രക്തം ആരാ ചിന്തിയത് ഇവിടെ? യേശു. യേശു. അതിന്റെ വായു നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആ. ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ കർത്താവായ യേശു. ആ വലിയ ഇടയൻ ആരാ? യേശു നമ്മുടെ ആരാന്ന് പറഞ്ഞേ? നമ്മുടെ കർത്താവ്. ദൈവമല്ല, നമ്മുടെ കർത്താവ്. സ്മോൾ ലെറ്ററിലെ ലോഡാണ് ക്രിസ്തു. പിതാവായ ദൈവത്തിന് മാത്രമാണ് ക്യാപിറ്റൽ ലെറ്ററിലെ ലോഡ് വരിക. കാരണം ദാവീദ് പറയാണ് കർത്താവിനോട്. സങ്കീർത്തനം 110 ഹല്ലേലൂയ പറയുകയാണ്. 82:6 പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനോട്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിനാണ് ക്യാപിറ്റൽ. എന്താ? യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചതാണ്. അപ്പോൾ ഈ ദൈവം ഈ ഉൽപ്പത്തിയിൽ പാവം വീണപ്പം തന്നെ ആരോട് പറഞ്ഞു? ആദാമിനോട് പറഞ്ഞു സ്ത്രീയുടെ സന്തതി വരുമെന്നല്ലേ? നമ്മൾ വായിച്ച് 3:22. പക്ഷെ 3:15 പറയാണ് സ്ത്രീയുടെ സന്തതി വരും, അവൻ സർപ്പത്തിന്റെ എന്ത് ചെയ്യും? തലയെ തകർക്കും. ആ വരുന്ന സന്തതി ആണ് ആര്? വലിയ ഇടയൻ. ആ ഇടയനെ എന്ത് ചെയ്യണം? വെട്ടണം. ഹല്ലേലൂയ, സ്തോത്രം. ഇടയനെ വെട്ടി എന്ത് ചെയ്യുന്നു? വാളിന്റെ ജോലി എന്താ? വെട്ടി രക്തം എന്ത് ചെയ്യണം? രക്തം ചിന്തിയിട്ടല്ലാതെ പാവമോചനം ഇല്ല. വായിച്ച എബ്രായലേഖനം വലിയ ഇടയനും കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ മരിച്ചവരുടെ ഇടയിലായിരുന്നു. യേശു എവിടെയായിരുന്നു? മരിച്ചവരുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോഡിയായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു? അല്ല. യേശു മരിച്ചത് 3 ദിവസം എവിടെയായിരുന്നു? അവൻ കുണ്ടറയിൽ പോയി. നോഹയുടെ കാലത്ത് അനുസരണം കെട്ട ആത്മാക്കളോട് വീണ്ടും എന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞ് ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറി. അല്ലെങ്കിൽ അങ്ങനെ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം മരിച്ചെവിടെയാ പോയിക്കൊണ്ടിരുന്നെന്നാ പഠിപ്പിച്ചേ? പാതാളത്തിലേക്ക്. യാക്കോബ് പറയാണ് നിങ്ങൾ എൻ്റെ നരിയെ വേദനയോടെ പാതാളത്തിലേക്ക് ഇറക്കുമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അന്ന് പഴയ നിയമ വിശുദ്ധന്മാരെ എല്ലാം എന്ത് ചെയ്തു? കുണ്ടറയിൽ പോയി പ്രസംഗിച്ചിട്ട് ആ അനുസരണം കിട്ടവരെ. അതുകൊണ്ടാണ് ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം പറഞ്ഞത്. ആര്? യേശു കർത്താവ് മരിച്ചവരോടും എന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞു. യേശുവിന് പിന്നെ ഒരു ഉപമ പറഞ്ഞു. ഒരു ധനവാന്റെയും ദരിദ്രനായ ലാസറിന്റെ ഒരു ഉപമ പറഞ്ഞിട്ട്, ദരിദ്രൻ എവിടെ പോയി? അബ്രഹാമിന്റെ മടിയിൽ പോയി, എന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോയി. ധനവാനോ എന്നിട്ട് അവൻ കിടന്ന് അവന്റെ നാവൊന്ന് നനയ്ക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്തു? പറ്റില്ല, ഞങ്ങൾ തമ്മിൽ ഇരിക്കുന്ന സ്ഥലം എന്താ വരുവാൻ കഴിയില്ല. അപ്പം പറഞ്ഞു നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് എന്ത് ചെയ്യണം? അവനെ അയക്കണം. ആരെ അയക്കണം? ലാസറിനെ അയക്കണം. അപ്പോൾ യേശു പറഞ്ഞ എന്താ? ഉപമയെ കൂടി പറഞ്ഞ എന്താ? അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അപ്പം അപ്പോസ്തലന്മാർ ഇവിടെ ഉണ്ട്. ഇപ്പം സുവിശേഷം കേൾക്കാത്തവർക്കൊക്കെ ഇനി ഒരു സുവിശേഷം, ഇനി ഒരു യാഗവും ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം വാളിന്റെ ജോലി എന്ത് ചെയ്യണം? വെട്ടണം, രക്തം ചിന്തണം. വാൾ എന്ത് വെച്ചിരിക്കുക? വാൾ എന്ത് ചെയ്യണം? നീങ്ങിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ?
ജീവവൃക്ഷത്തിന്റെ ഫലം അതിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടയനെ വെട്ടണം, രക്തം ചിന്തണം. ഇനി മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിച്ചാൽ. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും. ഞാൻ ഇടയനെ വെട്ടും. കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും. കൂട്ടത്തിലെ ആടുകൾ എന്ത് ചെയ്യും? ചിതറിപ്പോയില്ലേ? ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ എന്ത് ചെയ്യും? ചിതറിപ്പോകും. അപ്പോൾ ഈ പ്രവചനം എന്ത് ചെയ്യാൻ പോവാ? അപ്പൊ ഈ ഇടയൻ എന്തിനാ വന്ന ഭൂമിയിൽ 2000 കൊല്ലം മുമ്പ്? ഉൽപ്പത്തി പുസ്തകത്തിൽ സ്തോത്രം ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാം ഹവ്വായും പാപം ചെയ്ത നിമിത്തം അവരെ ഏദൻ തോട്ടം എന്തിനു തുല്യമാ? സ്വർഗത്തിന് തുല്യമായിരുന്ന സ്ഥലത്ത് നിന്ന് അവരെ എന്ത് ചെയ്തു? പുറത്താക്കിയതിന് ശേഷം എന്ത് ചെയ്തു? അവിടെ കെരൂബിനെ എന്ത് വെച്ചു? തിരിയുന്ന വാളുമാട്ടെ എതിരെ വന്നാലും വെട്ടും. ഈ ജീവവൃക്ഷത്തിന്റെ ഫലം കാപ്പാനായിട്ട് എന്ത് ചെയ്തു? കെരൂബുകളെ വെച്ചിരിക്കുക. ആ വൃക്ഷഫലം എപ്പോഴും ഇനി കിട്ടാൻ പോണേ? കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യും? കിട്ടും. അല്ലെങ്കിൽ അതുകൊണ്ട് ആ പൗലോസപ്പോസ്തലൻ പറയാം, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീ ജീവന്റെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്ന എനിക്ക് മാത്രമല്ല അവങ്കിൽ പ്രിയം വെച്ച ഏവർക്കുമേ. അതിനു മുമ്പ് പൗലോസ് എന്നാ പറഞ്ഞത്? ഞാൻ പിടിച്ചു എന്നല്ല, പിടിക്കാമോ എന്ന് പറഞ്ഞ് ഇന്നെല്ലാവരും നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത്? രക്ഷിക്കപ്പെടും. ആരും ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? രക്ഷിക്കപ്പെട്ടിട്ടില്ല. പെടുന്നത് അതിന് പെടാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ ട്രാക്കിന് വഴി എന്ത് ചെയ്യുക? ഓടിക്കൊണ്ടിരിക്കുക. അതിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നിയമപ്രകാരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മല്ല് കെട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന് ഈ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും. അപ്പോൾ ഇടയനെ എന്ത് ചെയ്യണം? വെട്ടണം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10:2 വാതിലൂടെ കടക്കുന്നവനോ ഇടയൻ എങ്ങനെ കടക്കുള്ളൂ? യേശു കർത്താവ് എങ്ങനെയാ വന്നത്? ഇതാ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. വാതിലാരാ? യേശുവിലൂടെ പോയി ആരുടെ അടുത്ത് പോകണം നമുക്ക്? യേശുവിലൂടെയാണ് ദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ടത്. അപ്പൊ വാതിലിലൂടെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും അകത്ത് വരികയും ചെയ്യാം അല്ലേ? ഇപ്പൊ വാതിലാകുന്ന ക്രിസ്തുവിലൂടെ പോകാത്തവൻ എങ്ങോട്ട് പോകാൻ പറ്റുമോ? മേച്ചിൽ കണ്ടെത്താൻ പറ്റുമോ? ഇവരെന്ത് ചെയ്യുക? വാതിലിൽ നിന്നുകൊണ്ട് വാതിലിനെ ആരാധിച്ചിട്ട് എന്ത് ചെയ്യുക? മടങ്ങി വരിക. വാതിലിലൂടെ പോയി ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. വാതിൽ വഴി കടക്കുന്നവൻ വാതിലിലൂടെ കടക്കുന്നവരോ ആടുകളുടെ ഇടയനാവുന്നു. അവൻ എന്ത് ചെയ്യും? കാവൽക്കാരനുണ്ട്. കാവൽക്കാരാരാ? കെരൂബുകള്. ആരാ കാവൽക്കാര്? ദൂതന്മാർ. എന്ത് ചെയ്യും? തുറന്നു കൊടുക്കുന്നു. ഇനി ആടുകൾ ആരുടെ ശബ്ദം കേൾക്കും? ഈ ആടുകളെ ആരാ കാത്തോണ്ടിരിക്കുന്നത്? കെരൂബുകൾ കാത്തോണ്ടിരിക്കുക. ആടുകൾ ആരെയാ കാത്തിരിക്കുന്നത്? ഇടയൻ വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മേച്ചിലേക്ക് കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കൂട്ടി തന്നെ കിടക്കും. വായിക്കേ. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ചു. നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ എങ്ങനെ വിളിക്കും? നമ്മുടെയൊക്കെ പേരൊക്കെ നമുക്ക് നമ്മുടെ അപ്പനും അമ്മയൊക്കെ പേരിട്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ പേരുകൾ അതിനു മുമ്പേ ആർക്കറിയാം? ഇന്ന പോലെ ഒരു മകൻ അവൻ മുന്നേമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ എന്ത് ചെയ്യുന്നത്? തേജസ്കരിക്കുന്നത്. തേജസ്കരിച്ചിട്ടില്ല നമ്മളെ. അപ്പോൾ മുൻനിയമനമുള്ള ഉള്ളങ്കയിൽ നമ്മളെയൊക്കെ എന്ത് ചെയ്തു? ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ എന്ത് ചെയ്തു? ക്രിസ്തുവിൽ നമ്മളെ എന്ത് ചെയ്തു? കണ്ടിരുന്നു. നമ്മൾ പാപികളായി പോകുമെന്നും അതിനായി ദൈവം ജ്ഞാനത്തിൽ തൻ്റെ മകനെ വെച്ചിട്ട് എന്ത് ചെയ്തു? കാലസമ്പൂർണ്ണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്ത് ചെയ്തു? ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, കാലസമ്പൂർണ്ണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി യേശു കർത്താവ് എന്ത് ചെയ്തു? ഭൂമിയിൽ വന്നു. അപ്പം നമ്മളെ മുന്നമേ പേർ ചൊല്ലി എന്ത് ചെയ്തു? വിളിച്ചു. അപ്പം നമ്മൾ ഇടയന്റെ ശബ്ദം ആര് കേൾക്കും? പുറത്തു കൊണ്ടുപോകുന്നു. എല്ലാത്തിനും പുറത്തു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഇടയൻ എന്ത് ചെയ്യും? മുമ്പിൽ പോകും. ഇടയൻ എന്തിനാ മുമ്പിൽ പോണത്? വഴിയാ. അതാണ് പറഞ്ഞ ഞാൻ തന്നെയാണ് വഴി. എങ്ങോട്ടുള്ള വഴിയാ കൊണ്ടുപോകണേ? എങ്ങോട്ടാ കൊണ്ടുപോകണേ? മേച്ചിൽ. രാജ്യം പിതാവിനെ ഏൽപ്പിച്ചതിന് ശേഷം പുത്രൻ താൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ യേശുവിനെ പിൻപറ്റുന്നവർക്ക് മാത്രമേ എവിടെ കിട്ടുള്ളൂ? പിതാവുള്ളൂ. യേശു ഇല്ലാത്തവന് ആരില്ല. യേശു ഉള്ളവൻ ആരുണ്ട്? പിതാവുണ്ട്. സ്തോത്രം. അതിന്റെ 10:1 വായിച്ചേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വാതിലൂടെ കടക്കാതെ വേറെ വഴിയായിട്ട് ഒരുത്തൻ വന്നു. അവൻ ആരാന്ന് പറഞ്ഞേ? കള്ളനും കവർച്ചക്കാരനും. വാതിൽ വഴിയല്ല അവൻ വന്നത്.
ഹല്ലേലൂയ സ്തോത്രം. വാതിൽ വഴി ആരാ വരേണ്ടത്? ഇടയൻ. ഇടയൻ എങ്ങനെ വാതിൽ വഴി വരേണ്ടത്? വാതിൽ കാവൽക്കാരൻ എന്ത് ചെയ്യും? തുറന്നു കൊടുക്കണം. തുറന്നു കൊടുക്കണമെങ്കിൽ എന്താ വെച്ചേക്കുന്നത്? കെരുവിന്റെ അടുത്ത് എന്താ വെച്ചിരിക്കുന്നത്? വാളുമായിട്ട് നിൽക്കുന്നതിന്റെ അടുത്ത് ചുമ്മാ കയറിപ്പോ എന്ത് ചെയ്യും? വെട്ടും. അപ്പം കെരുവ് അവിടെ നിൽക്കുകയാണ്. യേശു കർത്താവിന് എന്ത് ചെയ്യണം? ഈ ആടുകളെ കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്യണം? രക്തം ചിന്തണം. ഹല്ലേലൂയ സ്തോത്രം. യേശു എന്ത് ചെയ്തു? എബ്രായ ലേഖനത്തിൽ എന്ത് ചെയ്തു? തന്ത രക്തവുമായിട്ട് എന്ത് ചെയ്തു? ഈ പുരോഹിതനും ഒരു യാഗം വേണം. അതുകൊണ്ട് അവൻ തന്നെ എന്ത് ചെയ്യും? യാഗമായി തീർന്നു. ഹല്ലേലൂയ. അവൻ തന്നെ, യേശു കർത്താവ് തന്നെ യാഗമായി തീർന്നു. അപ്പൊ അവന് എന്ത് ചെയ്യും? കെരുവ് എന്ത് ചെയ്യും? വാതില് തുറന്നു കൊടുക്കും. അവൻ രക്തമായിട്ടല്ലേ വന്നത്. അതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കുന്നവൻ ആ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ സകല പാവവും നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കണം. യേശു കർത്താവെന്ന് വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? പിതാവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വായിക്കും 7 മുതൽ 9 വരെ വായിച്ചത് 10-ന്റെ. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആടുകളുടെ വാതിൽ ഞാനാകുന്നു. കണ്ടോ? ആടുകളുടെ വാതിൽ ആരാ? ഞാനാകുന്നു. എനിക്ക് മുമ്പ് വന്നവരൊക്കെ ആരായിരുന്നു? കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകള് അവരുടെ വാക്കുകൾ എന്ത് ചെയ്യില്ല? കേൾക്കില്ല. അല്ലെങ്കിൽ എനിക്ക് മുമ്പൊരു അനേകർ വന്നു. അവരൊക്കെ ആണോ? അവരാരെങ്കിലും രക്തം ചിന്തിയോ? അവരാരാന്നാ പറഞ്ഞേ? അവരൊക്കെ ന്യായപ്രമാണം. അത് പരീക്ഷന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുകയാണ് അവർ തൊടത്തില്ല, മറ്റുള്ളവരോട് കൊണ്ട് എന്ത് ചെയ്യും? അവർ ചെയ്യിപ്പിക്കും. വലിയ ഭാരം എടുക്കും, ചുമട് എടുപ്പിക്കും. അല്ലെങ്കിൽ ആ സ്ഥലത്ത് നോക്കരുത്, രുചിക്കരുതെന്നൊക്കെ. നമ്മൾ കർത്താവ് മാത്രമാണ് കള്ളനല്ലാത്തത്. ബാക്കി എല്ലാവരും ആരായിരുന്നു? കള്ളന്മാരും ആടുകൾ എന്ത് ചെയ്തില്ല? അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. 11 മുതൽ 13 വരെ വായിച്ചാട്ടെ. ഇടയന്റെ ജോലി എന്ത് ചെയ്യണം? ഞാൻ നല്ല യേശു അങ്ങനെ പറഞ്ഞത്. ഞാൻ നല്ല ഇടയനാകുന്നു. വാള് വെച്ചിരിക്കാം. വാള് നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ചെന്നാല് ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് തിന്മാൻ കിട്ടുള്ളൂ. അപ്പൊ വാള് വെച്ചിരിക്കുന്ന വാള് നീങ്ങണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇടയൻ എന്ത് ചെയ്യും? ജീവനെ കൊടുക്കണം. ഹല്ലേലൂയ. ഇടയൻ എന്ത് ചെയ്യണം? ജീവനെ കൊടുക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ വെച്ച ആള് നീങ്ങാൻ വേണ്ടി ആര് ജീവനെ കൊടുത്തു? യേശു കർത്താവ് നമ്മുടെ എന്ത് ചെയ്തു? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? തന്റെ ജീവനെ, അല്ലെങ്കിൽ നമ്മുടെ ശാപങ്ങളെല്ലാം അവൻ ചുമന്നു. നമ്മുടെ സകല രോഗവും അവൻ എന്ത് ചെയ്തു? ക്രൂശിൽ വഹിച്ചു. അല്ലെങ്കിൽ അവനെ പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടി എല്ലാ ശാപവും ചുമന്ന് എന്ത് ചെയ്തു? രക്തം ചിന്തി, അവസാന തുള്ളി രക്തം വരെ. ഹല്ലേലൂയ സ്തോത്രം. എന്തിനു വേണ്ടിയാണ് ഈ വാള് നീക്കിയത്? ഈ ക്രിസ്തുവിന്റെ വാതിലൂടെ പോയി എന്ത് ചെയ്യണം? ആ ജീവവൃക്ഷത്തിന്റെ ഫലം നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. ആ ജീവവൃക്ഷത്തിന്റെ ഫലത്തിലേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ സ്തോത്രം. നല്ല ഇടയൻ എങ്ങനെ ആയിരിക്കണം? നേരായ പാതയിൽ നടക്കണം. പിന്നെ എന്ത് ചെയ്യണം? ജീവനെ കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34:10. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. ഇപ്പം യേശു കർത്താവ് പറഞ്ഞു, എനിക്ക് മുമ്പ് വന്നവരൊക്കെ ആരാന്ന് പറഞ്ഞേ? കള്ളന്മാരായിരുന്നു. അപ്പൊ പിതാവായും പറയും, ഞാൻ അവരോട് എന്ത് ചെയ്യുന്നു? എന്റെ ആടുകളെ ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് എന്ത് ചെയ്യും? അവരെ നീക്കും. ഈ എനിക്ക് മുമ്പ് വന്ന കള്ള ഉപദേശകന്മാരെയൊക്കെ എന്തില്ലേ? യേശു കർത്താവ് പറഞ്ഞില്ലേ? അവരിൽ നിന്ന് എന്ത് ചെയ്യും? ആടുകളെ വിടുവിച്ച് അവരെ ആ ജോലിയിൽ നിന്ന് എന്ത് ചെയ്യും? ഇതിനു മുമ്പ് ആടുകളെ നയിച്ചുകൊണ്ടിരുന്ന പിന്നെ ഇടയന്മാരൊന്നും പേര് പറഞ്ഞ ആരൊക്കെയാ? പരീശന്മാര്, ശാസ്ത്രിമാര് അല്ലേ? ഇവരൊക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? നീക്കിക്കളയും. അതൊക്കെ നിന്നുപോയി. പൗരോഹിത്യമൊക്കെ എന്ത് ചെയ്തു? നിന്നുപോയി. 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു? പൗരോഹിത്യമൊക്കെ നിന്നുപോയി. ഇപ്പോൾ ഉള്ളത് എന്താ? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായിട്ടും എന്ത് ചെയ്തിരിക്കുക? നിയമിച്ചിരിക്കുക. പിന്നെ പുരോഹിതന്മാരുണ്ടോ? ഇപ്പോൾ ഒറ്റൊരു പുരോഹിതനുള്ളത് ആരുടെ തിരിപ്പുണ്ട്? പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷപാതം കഴിക്കുകയും ശത്രു തന്റെ പാതപീഠം ആവുകയോളം അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കാത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. വായിക്കും. ഇനി ഇടയന്മാർ എന്ത് ചെയ്യില്ല? അതുകൊണ്ട് ഉപജീവനം കഴിക്കുകയില്ല. അവരുടെ എവിടെ നിന്ന് പിടിക്കുന്നേ? വാഗുകൊണ്ട് അവർക്ക് ഫോഷ്ക്ക് പ്രസംഗിക്കുകയും കള്ള ഉപദേശം കൊടുക്കുകയും ദൈവത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചുള്ള അറിവില്ലാതെ അത് വിപരീത ഉപദേശം പഠിപ്പിച്ചുകൊണ്ട് എന്തിരിക്കുക? അവരെ തങ്ങളെക്കാലത്തിലും ഇരട്ടിച്ച നരകയോഗ്യരാക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 34:2 മുതൽ വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് എന്ത് ചെയ്യണം? പ്രവചിക്കണം.
ആ. അവരോട് ആ. ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, ആ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഉം. തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം. ഈ പുരോഹിതന്മാർക്കൊക്കെ അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കുന്നത്? ആ ഇടയന്മാരുടെ ജോലി എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ യേശുകാരൻ ആരാന്ന് പറഞ്ഞ നല്ല ഇടയനാണ്. അവന്റെ ഉള്ളിലൂടെ ചെല്ലുന്നവൻ എന്ത് ചെയ്യും? മേച്ചിൽ കണ്ടെത്തും. ഇവർ ഈ ആടുകൾക്ക് എന്താ ചെയ്യുക? ഇടയന്മാർ ആടുകൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പാസ്റ്റർമാരും അപ്പോസ്തലന്മാരും ഒക്കെ ചെയ്യേണ്ടത് എന്താ? വായിച്ചേ. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കുന്നത്? ആടുകളെ മേയ്ക്കണം. പിന്നെ നിങ്ങൾ മേധസ്സ് തിന്നുകയും ഇവരെന്ത് ചെയ്തോണ്ടിരിക്കുക? മേധസ് തിന്നുകയും ആടുകളെ മുറുക്കുകയും ആ തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ലതാനും ആ. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ആ ദീനം പിടിച്ചതിനെ എന്തായിരിക്കണം? ഇടയന്റെ ജോലി എന്താ? ബലഹീനമായതിനെ ശക്തീകരിക്കണം. ഒരു സെക്കൻഡ്. ബലഹീനമായതിനെ ശക്തീകരിക്കണം. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? കുരുടന്മാർ നിലവിളിച്ചു. ബലഹീനമായതിനെ എന്ത് ചെയ്തു? ശക്തീകരിച്ചു. കാഴ്ച കൊടുത്തു. 38 വർഷം എന്ത് ചെയ്തു? ഒരുത്തൻ കുളക്കരയിൽ കിടക്കുകയായിരുന്നു 38 വർഷമായിട്ട്. ദൈവമേ, പഴയ നിയമത്തിൽ എന്താ പറയുക? നിന്റെ വചനം വായിച്ച് എന്ത് വിടുവിക്കും. ഇപ്പം വചനം ജഡമായിട്ട് അടുത്ത് നിൽക്കുക. അന്നേരം അവൻ പറയും എന്നെ ഇറക്കാൻ ആരുമില്ല. അന്നേരം യേശു എന്താ പറയുന്നത്? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ചോദിച്ചു. അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. ദീനമായതിനെ എന്ത് ചെയ്തു? വായിച്ച ഒന്നും വായിച്ചത്? ബലഹീനമായതിനെ എന്ത് ചെയ്യണം? ശക്തീകരിക്കുന്നില്ല. ശക്തീകരിച്ച ഒരേ ഒരു ഇടയൻ ആരാ? യേശു കർത്താവ്. അപ്പൊ ഇടയന്റെ ജോലി എന്തായിരിക്കണം? നമ്മുടെ ദൈവവേലക്കാർക്കൊക്കെ എന്താ? ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വിഷയമാണ്, അവർക്ക് ഇന്ന കെട്ടിലാണ്, പാരമ്പര്യ കെട്ടില്ല, പൈശാചിക കെട്ടിലൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇടയൻ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അവരുടെ വിഷയത്തിന്മേൽ അല്ലെ അവർക്ക് വേണ്ടി ദൈവം സന്നിധിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഇടയന്റെ ജോലി എന്താ? അവരെ ദൈവം വിടുവിക്കുന്നിടം വരെ അവർക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രാർത്ഥിക്കണം. ഇടിവിൽ നിൽക്കണം. വായിക്കും. ബലഹീനമായതിനെ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. ദീനം പിടിച്ചതിനെ എന്ത് ചെയ്യണം? 38 വർഷം ഹല്ലേലൂയ ദീനം പിടിച്ച് കിടന്നവന് യേശു കർത്താവ് എന്ത് ചെയ്തു? പിന്നെ രക്തസ്രാവ സ്ത്രീ എന്ത് ചെയ്തു? അവനിൽ വിശ്വാസത്തെ പോലെ തൊട്ടപ്പോൾ എന്ത് ചെയ്തു? സൗഖ്യമായി. അല്ലെങ്കിൽ കുരുടൻ എന്ത് ചെയ്തു? കാഴ്ച പ്രാപിച്ചു. മുടന്തർ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റ്. മരിച്ചവരെന്ത് ചെയ്തു? അല്ലെങ്കിൽ മുടന്തർ നടന്നു. മരിച്ചവരെന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റ്. വായിക്കും. ഇടയന്റെ ജോലി ഒടിഞ്ഞതിനെ എന്ത് ചെയ്യണം? മുറിവ് കെട്ടണം. ചിതറിപ്പോയതിനെ എന്ത് ചെയ്യണം? യേശു കർത്താവ് ഒരു ഉപമ നമ്മൾ പുതിയ നിയമത്തിൽ 99 ആടിനെ വിട്ടിട്ട് എന്ത് ചെയ്തു? ചിതറിപ്പോയ ഒരാടിനെ തിരക്കി ആര് പോയി? ഒരു 100 ആടുണ്ടായിരുന്നു. ഒരു ഉപമ പറഞ്ഞു യേശു കർത്താവ്. അതിനെ കാണാതെ പോയപ്പോൾ അവൻ എന്ത് ചെയ്തു? 99നെയും വിട്ടിട്ട് കാണാതെ പോയതിനെ എന്ത് ചെയ്തു? തിരഞ്ഞു പോയി. എന്തിന്? കണ്ടുപിടിച്ചിട്ട് തൻ്റെ അയൽക്കാരോട് എല്ലാം പറഞ്ഞാൽ നിന്റെ കാണാതെ പോയതിനെ കണ്ടുകിട്ടിയെന്ന് പറഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സന്തോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം ചെതറിപ്പോയതിനെ ഇടേണ്ട ജോലി എന്താ? ചെതറിപ്പോയതിനെ എന്ത് ചെയ്യണം? തിരിച്ചു വരുത്തണം. കാണാതെ പോയതിനെ അന്വേഷിക്കണം. അപ്പൊ പഴയ നിയമ പുരോഹിതന്മാരൊക്കെ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? അവര് കാണാതെ പോയതിനൊക്കെ അന്വേഷിക്കുക ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവരെ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം ഭരിച്ചിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇനി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 11:12. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ ഇനി എന്ത് ചെയ്യും? ഞാൻ തന്നെ എൻ്റെ ആടുകളെ എന്ത് ചെയ്യും? അന്വേഷിച്ച് കണ്ടെത്തും. എന്നാ അന്വേഷിച്ച് കണ്ടെത്തിയത്? യേശു കർത്താവിനെ ഭൂമിയിലേക്ക് വിട്ടു അല്ലേ? നമ്മളെ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്തു? യേശുവിനെ ഭൂമിയിലേക്ക് വിട്ടു. അപ്പോൾ അതിനു മുമ്പ് മരിച്ചവരോടും എന്ത് ചെയ്തു? യേശുവിൽ കൂടെ എന്ത് ചെയ്തു? സുവിശേഷം അറിയിച്ചു. അപ്പം നമ്മുടെ പിതാവായ ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചെന്ന് നോക്കിയേ. വായിച്ചേ. ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കാറും കറുപ്പുമുള്ള ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്യും? എല്ലാവരെയും ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? വിടുവിക്കും. ഹല്ലേലൂയ സ്തോത്രം. വിടുവിക്കുന്നതിന് വേണ്ടി ആരെ അയച്ചത്? യേശുവിനെ എന്ത് ചെയ്തു? അപ്പം വാള് വെച്ചു. എവിടെ? ഉൽപ്പത്തി പുസ്തകത്തിൽ വാള് നീങ്ങുന്നത് എവിടെയാ? ഹല്ലേലൂയ സ്തോത്രം. യേശുവിനെ യാഗമായിട്ട് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ സ്തോത്രം. 1 രാജാക്കന്മാർ 22:17. അതിന് അവൻ എത്ര പേര് ഒരുപോലെ പ്രവചിച്ചത്? കള്ളപ്രവാചകന്മാരെല്ലാം പറഞ്ഞു നീ പോയി യുദ്ധം ചെയ്തോ, എന്ത് ചെയ്യും? ജയിക്കുമെന്ന് പറഞ്ഞു. മീഖായോ മാത്രം എന്ത് ചെയ്യുന്നു? സത്യം പ്രവചിക്കുക. സത്യം എന്താ പ്രവചിച്ചത്?
വായിക്കേ. അതിന് അവൻ അതിനെ മീഖായ പറയാണ്, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും ഞാൻ കാണും. ഹല്ലേലൂയ സ്തോത്രം. ഇടയനില്ലാത്ത ആടുകൾ, ഇടയനില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ നമുക്കൊരു ഇടയനെ ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. നല്ല ഇടയനെ തന്നു. എന്നിട്ട് പറയാണ് ഹല്ലേലൂയ സ്തോത്രം, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിന് ഉപരി ചെയ്യും. എന്നിട്ട് അവനാണ് നമ്മളിപ്പോൾ ഇടയനാക്കിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവാണ്. ഒന്നാമത്തെ അപ്പോസ്തലൻ ആരാ? യേശു കർത്താവ്. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കി. എവിടെ എഴുതിയിരിക്കുന്നത്? എബ്രായ ലേഖനത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. ഒന്നാമത്തെ അപ്പോസ്തലൻ യേശു കർത്താവ്. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അയക്കപ്പെട്ടവൻ. ആദ്യം ഇടയനായിട്ട് അയക്കപ്പെട്ടത് ആരെയാ? യേശുവിനെ. യേശുവാണ് നമ്മളെ എന്ത് ചെയ്തത്? അപ്പോസ്തലന്മാരായും ഇടയന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും എന്ത് ചെയ്തത്? നമ്മളാക്കിയിരിക്കുന്നത്. അപ്പം മനസ്സിലാകുന്നുണ്ടോ? ഇനി 1 ശമൂവേലിന്റെ പുസ്തകം, ഇടയന്റെ ശബ്ദം കേട്ടവർ കേട്ടോ, 3:10. അപ്പോൾ യഹോവ വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ ആ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. 2-3 വട്ടം വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല. അവനെ ഓടി ചെന്ന് ഏലിയുടെ അടുത്ത് ചോദിക്കുക, എന്നെ വിളിച്ചു എന്ന്. അവസാനം ഏലിക്ക് മനസ്സിലായി, ഇത് ആരാ വിളിക്കുന്നത്? ദൈവമാണ് വിളിക്കുന്നത്. ഇനി വിളിക്കുവാണെങ്കിൽ അടിയിലിതാ എന്നെന്ത് ചെയ്യണം. അപ്പൊ ഇടയന്റെ ശബ്ദം കേട്ടവരാരൊക്കെയാന്ന് നമുക്ക് നോക്കാം. യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഇടയന്റെ ശബ്ദം കേട്ട ആരാ? ശമൂവേൽ. ഇനി രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തി 9:3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. യേശുവിന്റെ നാമക്കാരെയൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ചിലർ പറയും ശൗലിനെ പൗലോസാക്കിയെന്ന്. അങ്ങനെയാണോ? എബ്രായ ഭാഷയിൽ അവന്റെ പേരെന്താ? ശൗല. ഗ്രീക്ക് ഭാഷയിൽ പൗലോസ് എന്നാ. ഹല്ലേലൂയ സ്തോത്രം. ഇത് യാക്കോബിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത്? ജെയിംസ് എന്നാ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് യാക്കോബ് ഇല്ലാതായി പോകും. ശൗലിനെ പൗലോസാക്കിയതല്ല, അവന്റെ എബ്രായ ഭാഷയുടെ പേര് ശൗലെന്നും. പിന്നെ ഗ്രീക്ക് ഭാഷയിൽ വരുമ്പോൾ എന്താ? പൗലോസ് എന്നാ. അപ്പോൾ ഇതൊക്കെ വളരെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തോണം? പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. 13:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വാളെ വാളിന്റെ ജോലി എന്താണ്? എന്റെ ഇടയന്റെ നേരെ വായിക്കേ. എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക. എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെ എന്ത് ചെയ്യണം? ഉണരുക. എന്റെ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടണം. ഇത് തന്നെ യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞല്ലേ. ഇന്ന് എന്ത് ചെയ്യും? ഇന്ന് ഇടയനെ എന്ത് ചെയ്യും? വെട്ടും. ആടുകൾ ചിതറിപ്പോയി. ഈ പ്രവചനം എന്നാ നിറവേറിയത്? ഈ വാള് മാറണമെങ്കിൽ ആര് വരണമായിരുന്നു? അതുവരെയും ഈ വാള് മാറ്റം വരുന്നിടം വരെയും ആര്? പിന്നെ പഴയ നിയമവിശുദ്ധന്മാരൊക്കെ എങ്ങനെയായിരുന്നു? അവർ യാഗം കഴിച്ച് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ എന്ത് ചെയ്യും? സമാപന കൂടാരത്തിന്റെ ഉള്ളിലല്ലേ പ്രധാന സ്ഥലത്ത് എന്ത് ചെയ്യും? പോയി നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങനെയാ പോകുന്നത്? രക്തത്തോടു കൂടിയാ പോകുന്നത്. അല്ലെങ്കിൽ സ്തോത്രം. അതെന്താ? നിഴല. ഉരുളുന്നതോ ക്രിസ്തു അത്ര. ക്രിസ്തു എങ്ങനെ പോയി? രക്തമായി എവിടെ പോയി? സ്വർഗത്തിൽ പോയി. അതുകൊണ്ടാണ് അവൻ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? തിരശീല മേൽ തൊട്ട് രണ്ടായിട്ട് എന്ത് ചെയ്തു? ചീന്തിപ്പോയി. ഇരുവശത്തെ എന്ത് ചെയ്തു? നടുച്ചുവരെന്ത് ഇടിച്ചു കളഞ്ഞു. ഒരു ചുവരുണ്ടായിരുന്നു. ദൈവത്തിലേക്ക് നമുക്ക് നോക്കാൻ ഒരു ചുവരുണ്ടായിരുന്നു. ആ ചുവരെന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. ഇപ്പൊ നമ്മള് പിന്നെ ഇസ്രായേൽ ജനമൊക്കെ ദൈവത്തിന്റെ പേര് പറയില്ല. അത്ര ഭയമായിരുന്നു. ഇപ്പൊ നമ്മൾ എങ്ങനെ വിളിക്കുന്ന ദൈവത്തെ? തന്റെ പേര് പറഞ്ഞ് വിളിക്കുക. നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമം. പുത്രന് കൊടുത്ത നാമം ആരുടെ നാമമാണ്? യേശുവിന്റെ നാമം. പിതാവിന്റെ നാമമാണ് ആർക്ക് കൊടുത്തത്? പുത്രന് കൊടുത്തത്. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. ഇനി സദൃശവാക്യത്തിൽ 30:4 മുതൽ വായിക്കാണ്. ആകാശത്ത് വിരിച്ചവനാര്, ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടവനാര്, അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ എന്ന് ചോദിക്കുക അല്ലേ. എന്നിട്ട് പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം എല്ലാം ശുദ്ധി ചെയ്ത. അപ്പോൾ അവന് ഒരു പേരുണ്ട്, അവന്റെ മകനും ഒരു പേരുണ്ട്. മകന്റെ പേരെന്താ? യേശു എന്ന് പേരിടണം. ഇത് ഏത് പേരായിട്ടത്? അപ്പന്റെ പേര് തന്നെയാ? പിതാവിന്റെ പേര് തന്നെയാ ആർക്ക് കൊടുത്തത്?
പുത്രന് കൊടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനം 68 4-5 വായിച്ചത്. ദൈവത്തിന് പാടുവിൻ, അവന്റെ നാമത്തിന് സ്തുതി പാടുവിൻ. ആ. മരുഭൂമിയിൽ കൂടി വാഹനമേൽ വരുന്നവന് വഴി നിരത്തുവിൻ. യാഹ് എന്നാകുന്നു അവന്റെ നാമം. എങ്ങനെയാണ് യാഹ്? മരുഭൂമിയിൽ കൂടി വാഹനമേൽ വന്നവൻ ആരാ? യേശുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ യേശുവിനെ എല്ലാവരും യാഗയാഗം എന്നാണ് വിളിച്ചത്. അല്ലെങ്കിൽ യേശുവിനെ എന്ത് ചെയ്യും? ദാവീദ് പുത്ര, എന്നോട് എന്ത് ചെയ്യണം? കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ആ കുരുടന്മാരൊക്കെ എന്ത് ചെയ്തു? നിലവിളിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:8 ഒന്ന് വായിച്ചത്. ആ. അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞ വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ പിന്നെയും ബലഹീനം ആദ്യ പാഠത്തിലേക്ക് എന്ത് ചെയ്യരുത്? തിരിഞ്ഞു പോകരുത്. വീണ്ടും എന്ത് ചെയ്യരുത്? ഇടയൻ എന്ത് ചെയ്തു? വെട്ടപ്പെട്ടു, രക്തം ചിന്തി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കിട്ടുന്നത്? ജയിക്കുന്നവൻ എന്ത് കിട്ടും? ജീവവർഷത്തിന്റെ ഫലം കിട്ടും. അപ്പം ഇടയന് വെട്ടി, അല്ലെങ്കിൽ വാള് വെച്ചു. എവിടെ വെച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം എന്ത് ചെയ്തു? നീ അങ്ങനെ ഇനി ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നു നീ നിത്യ ഭാവിയായിട്ട് ഇവിടെ ജീവിക്കണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവനെ പിടിച്ച് രണ്ടുപേരെയും പിടിച്ച് എന്ത് ചെയ്തു? പുറത്താക്കിയിട്ട് അവിടെ എന്ത് ചെയ്തു? ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കാപ്പാനായിട്ട് അവിടെ എന്ത് ചെയ്തു? കെരൂബുകളെ എങ്ങനെയാ വെച്ചേ? വാള്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. വാള് വെച്ചു. ആ വാള് എന്ത് ചെയ്യണം? ഇടയനെ വെട്ടണം. ഇടയൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? വെട്ടപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് തരേണ്ടതിന് എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിച്ചാട്ടെ. ഒടുവിൽ എന്റെ സഹോദരന്മാരെ ആ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിൻ. നായ്ക്കളെ എന്ത് ചെയ്യണം? സൂക്ഷിപ്പിൻ. ആകാത്ത വേലക്കാരെ. ആ ഇനി ന്യായപ്രമാണം പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ആരാന്നാ പറഞ്ഞേ? ദുരുപദേശങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്നവരാരാ? അവരെ സൂക്ഷിക്കണം. ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ. വിച്ഛേദനം അല്ലെങ്കിൽ വിച്ഛേദനക്കാരുണ്ട്. അവര് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഏതാ വിച്ഛേദനക്കാര്? ന്യായപ്രമാണം പറയുന്ന ദിവസത്തെ കാലത്തെ ആണ്ടുകളെ വർഷങ്ങളെയൊക്കെ ആചരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ബൈബിൾ പറയുന്നത് നിങ്ങൾ ദിവസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ, മാസങ്ങൾ ഇവയൊന്നും പ്രമാണിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയും ഞാൻ ഇത് മനുഷ്യനിൽ നിന്ന് പഠിച്ചിട്ടില്ല, മാനുഷിക ബുദ്ധി എനിക്കില്ല എന്നൊക്കെ പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം കർത്താവ് എനിക്ക് തന്ന വെളിപ്പാട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എനിക്ക് തന്ന വെളിപ്പാട്. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് സുവിശേഷം? അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചാൽ. ഈ പൗലോസിനെയും ബർന്നബാസിനെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആരാധിക്കാൻ മനുഷ്യരെന്ത് ചെയ്തു? ഇവരിലൂടെ ദൈവം അത്ഭുതം ചെയ്ത് കണ്ടോടനെ എന്ത് ചെയ്തു? ഇവരെ ആരാധിക്കാൻ തുടങ്ങി. അവർക്ക് പേരിട്ട് അല്ലെ, ഇന്ദ്രനെന്നും ബുധനെന്നൊക്കെ പേരിട്ട് അവരെ ആരാധിക്കാൻ പോയപ്പം പൗലോസ് പറയാണ്, വായിക്കേ, ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരെത്ര ഈ വ്യർത്ഥ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യണം? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നുള്ളതാണ് സുവിശേഷം. ഈ സുവിശേഷം എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത്? പൗലോസ് പറയാം. തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നവരെ ഇപ്പൊ എന്താക്കി? ദൈവമാക്കി. യേശു കർത്താവ് ഭൂമിയിൽ വന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾ ജീവനുള്ള ഞാൻ വഴിയാണ്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിലേക്ക് എന്ത് ചെയ്യണം? തിരിയണമെന്നാ പറഞ്ഞേ. അവനെ എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ പൗലോസിനെയൊക്കെ എന്ത് ചെയ്തു? അവർ ദൈവമാക്കാൻ നോക്കി. അപ്പോൾ പൗലോസ് പറയാണ്, ഈ ആകാശത്തെ ഭൂമിയെയും സമുദ്രത്തെ അവയിലുള്ളതൊക്കെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കിയ സർവശക്തനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആകാശത്തെ ഇങ്ങനെ കൈകൊണ്ട് വിരിച്ചവൻ, അവന്റെ വലിപ്പം നമുക്ക് പറയാൻ പറ്റുമോ? അവനെ വേണം ആരാധിക്കാൻ. അല്ലാതെ ഒരു ചെറിയ രൂപത്തിൽ ദൈവത്തിന്റെ സകല മനുഷ്യനെ കാണാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തിന്റെ സകല സമ്പൂർണ്ണ ആത്മാവാകുന്ന ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി അവനിലല്ലോ വസിച്ചത്. ആര്? പുത്രനില്. അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ദേഹരൂപമാണ് ക്രിസ്തു. മനസ്സിലായോ? ഇനി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:11 കൂടെ വായിച്ചട്ടെ. സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം ഇത് എന്ത് സുവിശേഷമാണോ? ജീവനുള്ള ദൈവത്തിലേക്ക് തിരിക്കണമെന്ന് പറയുന്നത് മാനുഷിക സുവിശേഷമാണോ? അല്ല, മാനുഷികമല്ല. നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാന്ന് പൗലോസ് പറയാ. പിന്നെ അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല. ഇത് എങ്ങനെ കിട്ടിയത്? പിതാവിനെ പുത്രനെ കുറിച്ചുള്ള അറിവ് എങ്ങനെ കിട്ടിയേ? യേശു ക്രിസ്തുവിനോടുള്ള
വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. പ്രാപിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി 1:15-16 കൂടെ ഒന്ന് വായിച്ചേ. എങ്കിലും എന്റെ ജനനം മുതൽ എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്നു. അപ്പൊ ഇവനെ അതുവരെ പിന്നെ യേശുനാമക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവനാ. അവൻ പറയുന്നത് എങ്ങനെയാ? എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ ലോകസ്ഥാപനത്തിൽ നമ്മൾ ഏത് ജാതിയിൽപ്പെട്ടവനാണ്, എങ്ങനെ ജീവിച്ചവനാണെങ്കിലും കർത്താവിന്റെ സമയമാകുമ്പോൾ അവനെ എന്ത് ചെയ്യും? ദൈവത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ജനനം മുതൽ വേർതിരിച്ച് വിളിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അവന് അതുവരെ എങ്ങനെയായിരുന്നു? ഈ നാമക്കാരെയൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വായിക്കേ. വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് എന്നിൽ വെളിപ്പെടുത്തുവാൻ. ആരെ? പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മനുഷ്യനോട് എന്ത് ചെയ്തിട്ടില്ല? ആലോചനയൊന്നും ചോദിച്ചിട്ടില്ല. എന്താണ് പുത്രനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞതവൻ? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8:4 മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, യേശു ക്രിസ്തുവിന്റെ ഏക കർത്താവ് നമുക്കുണ്ട്. യേശു ആരാന്ന് പഠിപ്പിച്ചതവൻ? എങ്ങനെയുള്ള സുവിശേഷം പറഞ്ഞത്? ഒറ്റ ദൈവമുള്ളതാണ് പറഞ്ഞത്. ഇസ്രായേലിനെ കേൾക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 17:10 മുതലൊന്ന് വായിച്ചാട്ടെ. 10-11 വായിച്ചാട്ടെ. രാത്രി തന്നെ പറഞ്ഞയച്ചു. അവർ എവിടെ പോയി? ബെരോവയിലേക്ക് പറഞ്ഞു വിട്ടു അല്ലേ? ബെരോവയിലുള്ള പറഞ്ഞു വിട്ട് യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. ആര്? ഈ ബെരോവയിലേക്ക് പറഞ്ഞിട്ട് അവര് തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. എങ്ങനെ ഈ ബെരോവക്കാർ തെസ്സലോനിക്കയിലുള്ളവരെക്കാട്ടിലും നല്ലവരായത്, ഉത്തമന്മാരായത്? താഴെ വായിച്ച്. അവർ വചനം കേൾക്കുക മാത്രം ചെയ്യാതെ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ ഇത് അങ്ങനെ തന്നെ ഉണ്ടോന്ന് ബൈബിളിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ വചനമൊക്കെ ബൈബിളിൽ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? ദിനം പ്രതി പരിശോധിക്കണം. ദൈവം ഉണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് പേരുണ്ടോ? പിതാവേ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ എത്ര പിതാവുണ്ട്? 3 പിതാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആരാ പിതാവ്? പിതാവായ ദൈവം. ആ ദൈവത്തിന് പേരുണ്ട്. പിന്നെ ഒരു പിതാവാരാ? അബ്രഹാം ഒരു പിതാവാണ്. പിന്നെ ഒരു പിതാവാരാ? നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ പ്രവൃത്തിയെ. അപ്പൊ പിശാചും പിതാവെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പിതാവേ പിതാവേ എന്ന് വിളിച്ചാൽ ഏത് പിതാവാണ് കേൾക്കുന്നത്? അവർക്ക് പിതാവെന്നും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന് പറഞ്ഞാൽ പിതാവെന്ന് പറഞ്ഞാൽ നാമമല്ല, അതൊരു പൊതുനാമമാണ്. എന്ന് വെച്ചാൽ മക്കളുള്ളവരെല്ലാം ആരാ? പിതാവ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം പിശാച് എന്ന പിതാവിന്റെ മക്കളാകരുത്. എന്താകണം? പിതാവിന്റെ പേരറിയണം. നമ്മുടെ ദൈവത്തിന്റെ പേരെന്താ? അപ്പോൾ ആ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ പേരെന്താ? ഹല്ലേലൂയ, സ്തോത്രം. പിതാവിന്റെ പേര് പുത്രന് കൊടുത്തെന്ന് നമുക്കറിയാം. അപ്പോൾ പിതാവിന്റെ പേര് യേശുവാണ്, പുത്രന്റെ പേരും യേശുവാണ്. ഇനി പരിശുദ്ധാത്മാവിന്റെ പേര് യോഹന്നാന്റെ സുവിശേഷം 14-26 വാക്യം നിർത്താട്ടെ. എങ്കിലും പിതാവ് കേട്ടോ. എങ്കിലും ആരാന്ന് കേട്ടോ? എങ്കിലും പിതാവ് എന്റെ നാമമായ എന്താ? യേശു. യേശു പറയുന്നത് എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് താഴെ വായിച്ചേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. മതി. അതിന് അപ്പോ ഈ പരിശുദ്ധാത്മാവിന്റെ പേരെന്താ? എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാ? പിതാവായ ദൈവ ആത്മാവാകുന്നു. അവൻ പരിശുദ്ധം എന്ന നാമമുള്ളവൻ, അവൻ ആത്മാവാകുന്നു. അതുകൊണ്ട് അവനെ എന്ത് പറയുന്നു? പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അപ്പം നമ്മളിൽ വരുന്നപ്പം ഏലിയാവിൻ്റെ കാലത്തും പരിശുദ്ധാത്മാവുണ്ട്, സക്രിയാവിനും പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ മോശയുടെ കാലത്തും പരിശുദ്ധാത്മാവുണ്ട്. എൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? വായിച്ചാട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3:20-21. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ മൂന്നാമത്തെ വ്യക്തിയാക്കി. മനസ്സിലാകുന്നുണ്ടോ? സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും വ്യാപരിക്കുന്ന ശക്തിയാണ്. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും ഇരിക്കുന്നവൻ, എല്ലാവർക്കും
ദൈവവും പിതാവുമായവൻ ഒന്ന്. അല്ലെങ്കിൽ പൗലോസ് റോമർക്ക് എഴുതിയ ആത്മാവ് ഒന്ന്, സ്നാനം ഒന്ന്, അല്ലേ? ദൈവം ഒരുവൻ, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും ഇരിക്കുന്നവൻ, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അല്ലെങ്കിൽ സ്തോത്രം. ഈ ആത്മാവിനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ? ഏലിയാവിൻ്റെ ആത്മാവ് എലിശമേൽ വന്നു. ഏലിയാവിൻ്റെ ദൈവം എലിശമേൽ വന്നെന്ന് എൻ്റെ അർത്ഥം. ഏലിയാവിന് പ്രത്യേക ഒരു ആത്മാവൊന്നുമില്ല. ഏലിയാവിൻ്റെ മേൽ വന്ന ദൈവശക്തി ഇരട്ടിയായിട്ട് ആരുടെ മേൽ വന്നു? എലിശയുടെ മേൽ വന്നു. അല്ലെങ്കിൽ ക്രിസ്തുവിന് വരുവാനുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ദൈവം ക്രിസ്തുവിന് വരുവാനുള്ള കഷ്ടത്തെക്കുറിച്ച് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തു, അല്ലേ? അപ്പം ദൈവം ആത്മാവാകുന്നു, പരിശുദ്ധ ആത്മാവ്. അപ്പൊ എത്ര ആത്മാവായി? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ പറയാണ് ആത്മാവ് ഒന്ന്. അല്ലെങ്കിൽ സ്തോത്രം. ഇനി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4:7 വായിച്ചാട്ടായി. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, പൗലോസ് പറയാം, ദൈവത്തിന്റെ ദാനമെന്ന് അത്ര എന്ന് വരേണ്ടതിന് ഈ നിധി മൺപാത്രങ്ങളിലത്രേ ഉള്ളത്. അപ്പൊ ഈ ശക്തി അതാ, ഈ ദാനമായിരിക്കുന്ന ശക്തി എന്താ? പരിശുദ്ധാത്മാവ്. അതിന്റെ പേരെന്താ? യേശു എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ ശക്തിയും രണ്ടല്ലെന്ന്, ഒന്നാ. അതിന് പരിശുദ്ധാത്മാവ് ദൈവം ആത്മാവാകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധം എന്ന നാമമുള്ളവൻ അവൻ ആത്മാവാകുന്നതുകൊണ്ട് അവന് പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. ആ ആത്മാവിനെ ആർക്കും ഒരു നാളും എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. അവന്റെ രൂപമൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി ആവിവസിച്ചത്. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനും പിതാവ് എങ്ങനെയായിരിക്കുന്നത്? ഒന്നായിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ രൂപാന്തരം പ്രാപിച്ചു പോകുമ്പോൾ ദൈവത്തെ നമ്മൾ ഇരിക്കും പോലെ എന്ത് ചെയ്യും? കാണും. അപ്പം രാജ്യം പിതാവിനെ ഏൽപ്പിച്ച് പുത്രനാ പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ 10:3 കൂടെ വായിച്ചാട്ടെ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടും. നമ്മൾ എവിടെയാ സഞ്ചരിക്കുന്നത്? നമ്മൾ മനുഷ്യന്റെ ഒരു ആത്മാവുണ്ടല്ലേ, മനുഷ്യാത്മാവ്. അതാണ് എവിടെ പോകുന്നത്? അതിനൊരു ശരീരം ഉണ്ടാകും. ഈ ശരീരം അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഭൂമി വസിക്കാൻ വേണ്ടി ആ മനുഷ്യന് അകത്തെ മനുഷ്യൻ വസിക്കാൻ വേണ്ടി ദൈവം തന്നേക്കുന്ന ഒരു ജഡ ശരീരമാണ്. ഇത് അങ്ങോട്ട് പോകില്ല, സ്വർഗരാജ്യത്തിലേക്ക് എന്ത് ചെയ്യില്ല. ഈ വായുമണ്ഡലം കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല? പോകാൻ പറ്റില്ല, പൊട്ടിത്തെറിച്ചു പോകും. അല്ലെങ്കിൽ സ്തോത്രം. അപ്പോൾ നമ്മൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല? പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ. അത് നോക്കിയേ, എരികോ കോട്ടകളൊക്കെ എന്ത് ചെയ്തു? അവര് ജഡപ്രകാരം ഇടിച്ച് കളഞ്ഞാണോ? അവർ ദൈവത്തെ എന്ത് ചെയ്തു? സ്തുതിച്ചു. അവരിലിരിക്കുന്ന ശക്തിയാണ് ഞാൻ പറഞ്ഞത്. ജഡപ്രകാരം പോരാടുന്നില്ല, കോട്ടകളെ തകർപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ ദൈവത്തിന്റെ ചിലർക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തെ വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും എന്ത് ചെയ്യുന്നു? ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും സ്തോത്രം. ഈ ശക്തി ആരാന്ന് പറഞ്ഞാൽ ശക്തി, ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്നത് ആരാ? പിതാവാ. അല്ലെങ്കിൽ ആ സ്തോത്രം. അപ്പൊ പിതാവും പുത്രനും ഒന്നായിട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ അവനെ കാണുന്നു, അറിയുന്നു. അപ്പൊ യേശു പറയാണ് ശിഷ്യന്മാരോട്, ഞാൻ പോയത് നല്ലത്, പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല. അവനെ നിങ്ങൾ അറിയുന്നു. അവരറിഞ്ഞത് ആരെയാ? യേശുവിനെ. അപ്പൊ പിതാവും പുത്രനും ഒന്നായി വരുന്നതാണ് സകല ജഡത്തിന്മേലും. അതാണ് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയ ഞാൻ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് അപ്പോസ്തല പ്രവൃത്തി 11:15 മുതൽ 18 വരെയുള്ള വാക്യം. ഈ പത്രോസ് ജാതികളുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞ് മറ്റേ യഹൂദന്മാരെല്ലാം കൂടെ ചോദിച്ചു, നീ എന്തിനാ അവിടെ പോയി പ്രസംഗിച്ചേ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് യഹൂദന്മാരോട് പറയുന്ന മറുപടി ആയിരുന്നു. അത് നിങ്ങൾ മുഴുവൻ വായിച്ച വീട്ടിൽ ചെന്നിട്ട് വായിച്ചു. ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ അപ്പോൾ ഞാൻ വെള്ളം കൊണ്ട് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഈ ശക്തി കൊണ്ടുള്ള സ്നാനം ലഭിക്കുമെന്ന്. ദൈവശക്തി കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കും എന്നുള്ള കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവപുത്രനെ കർത്താവെന്ന് വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അതേ ശക്തിയെ യഹൂദന്മാർക്ക് കൊടുത്ത അതേ ശക്തി, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യും? പകരും. അതേ ശക്തിയെ ഈ ജാതികൾക്കും എന്ത് ചെയ്തു? പകർന്നു. വായിക്കും. ദൈവത്തെ തടുപ്പാൻ ഞാൻ
ദൈവത്തിന്റെ ശക്തിയെ കൊടുക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം എല്ലാം കൊടുക്കുന്നത് എല്ലാം ഈ ശക്തിയിലായിരിക്കുന്നത്. ദൈവശക്തിയിലാണ് നമുക്ക് വഴിയെതിരെ എന്ന് നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യും പറയും. അത് എങ്ങനെ ഉള്ളിലിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, എല്ലാവരും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും ഇരിക്കുന്നവൻ, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവനാണ്. എല്ലാവരുടെയും ദൈവം ആരാ? ഒറ്റ ഒരാളേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എത്ര കൂടി ദേവന്മാരെ വിളിക്കുന്നവരും പറയും എല്ലാം കണ്ടുകൊണ്ട് ഒരുത്തം മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറയും. കാരണം മനുഷ്യന്റെ സകല മനസാക്ഷിയിലും ദൈവം എഴുതി വെച്ചിരിക്കുക ദൈവം ഏകൻ എന്ന് മക്കളെ പഠിപ്പിക്കണം. കട്ടളക്കാരൻ വരെ എഴുതണം. എല്ലാവരും എന്ത് ചെയ്യണം? ദൈവം ഏകൻ എന്ന് പഠിപ്പിക്കണം. ത്രിയേകനൊന്നുമില്ല, ത്രീയും ഫോറും ഒന്നും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാനൊക്കെ പറയുന്നത് പിതാവിനെ പുത്രനെ നിഷേധിക്കുന്നവൻ ആരാ? കള്ളനാ. അത് പിതാവായ ഏകദൈവമേ നമുക്കുള്ളെന്ന് എല്ലാ ലേഖനത്തിലും എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ ഹല്ലേലൂയ സ്തോത്രം വെളിപ്പാട് വരെ എഴുതിയിരിക്കുന്നത് എത്ര? ഏകദൈവത്തെ കുറിച്ചാണ്. വായിക്കും. ഞാൻ അവരിത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? മിണ്ടാതെ ഇരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവർ ജാതികൾക്കും എന്ത് കൊടുത്തെന്ന് പറഞ്ഞ് മഹത്വപ്പെടുത്തിയ ജീവരക്ഷ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, ഈ പരിശുദ്ധാത്മാവ് ആരാന്ന് പറഞ്ഞേ? ദൈവത്തിന്റെ ശക്തി. അതിപ്പോ അന്ത്യകാല ഈ യോബൽ പ്രവാചകൻ പ്രവചിച്ച ശക്തി എങ്ങനെയാ? പിതാവും പുത്രനും ഒന്നായി വരുന്നത് തന്നെയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 14:23 വായിച്ചാട്ടെ. യേശുവിനോട് എന്നെ സ്നേഹിക്കുന്നവന്റെ, യേശു പറയുന്ന കേട്ടോ, എന്നെ സ്നേഹിക്കുന്നവന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ ആരൊക്കെയാ വരുന്നത്? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഈ പരിശുദ്ധാത്മാവ് ആരാ? ഞങ്ങൾ പിതാവും പുത്രനും. വായിക്കേ. വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഈ ശക്തി കേട്ടോ, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആരാ? പിതാവും പുത്രനും. പിന്നെ എങ്ങനെ മൂന്നാമതൊരു ദൈവമാകുന്നത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താ? അവന്റെ പേര് യേശു എന്നാ. പിതാവിന്റെ പേര് തന്നെയാണല്ലോ ദൈവത്തിന്റെ ശക്തിക്കും. അല്ലെങ്കിൽ വേറെ ഒരു പേരുണ്ടോ? ഞങ്ങൾ വന്ന് അവന്റെ അടുക്കൽ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം എന്ന് യേശു പറഞ്ഞു കേട്ടോ. ഞങ്ങൾ വന്ന് വസിക്കുമെന്ന്. ഇനി 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3:11 കൂടെ വായിച്ചത്. നമ്മുടെ ദൈവവും പിതാവുമായവനും പൗലോസ് പറയാൻ, നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുവാൻ. അപ്പൊ നമുക്ക് വഴി ഒരുക്കുന്ന ആരാ? ദൈവവും പിതാവായ ദൈവവും പുത്രനും കൂടെ എന്ത് ചെയ്യുന്നത്? തെസ്സലോനിക്ക സഭയിലേക്ക് പോകാനായിട്ട് എന്ത് ചെയ്യുന്നത്? വഴി ഒരുക്കി കൊടുക്കുന്നത്. ഇനി ഉള്ളി ജീസസുകാർ പറയും ഹല്ലേലൂയ സ്തോത്രം, യേശു തന്നെയാണ് പിതാവെന്ന് പറയും. ഇനി യോഹന്നാന്റെ സുവിശേഷം 15:16 കൂടെ വായിച്ചാട്ടെ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം എന്ത് ചെയ്യണം? നിലനിൽക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്ന സത്യം എന്ത് ചെയ്യണം? നിലനിൽക്കേണ്ടതിനും നിങ്ങളെ എന്ത് ചെയ്യുന്നത്? ഞാൻ എന്ത് ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ, അല്ല എൻ്റെ നാമത്തിൽ എന്നാ പറഞ്ഞത്, പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാൻ ആയിട്ട് തന്നെ. ആരുടെ നാമത്തിൽ ചോദിക്കണം? പഠിപ്പിക്കുന്നു. 17:21 വായിച്ചത്. നീ യേശു പറയാണ് ഭൂമിയിരിക്കുമ്പോൾ നീ എന്നെ അയച്ചിരിക്കുന്നതെന്നും വിശ്വസിപ്പാൻ തക്കവണ്ണം 47 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ അയച്ചു. പിന്നെ എങ്ങനെ ദൈവം പുത്രനായിട്ട് വരുന്നത്? ദൈവം, നമ്മുടെ ദൈവം മാറാത്തവെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ദൈവത്തിന് ഇസ്രായേലിന്റെ പരിപാലനം ഉറങ്ങുകയില്ല, മയങ്ങയില്ല, പിന്നെ വികാരമില്ല, വിചാരമില്ല, ഗതിവേഗത്താലുള്ള അച്ചാരമില്ലെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇനി രണ്ടാമത് യേശു കർത്താവ് എന്ത് ചെയ്തു? പടകിലിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഉറങ്ങി. ഹല്ലേലൂയ സ്തോത്രം. നീ എന്നെ അയച്ചിരിക്കുന്ന ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും, ശിഷ്യന്മാരെല്ലാം ഒന്നാകേണ്ടതിന് നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരെങ്ങനെയാകണം? എന്നിലാകണമെന്നാണ്. അപ്പൊ യേശു പറയുകയാണ്, നീ തന്നെ ഞാനാകുന്നതും ഞാൻ തന്നെ നീ ആകുന്നതെന്ന് വെച്ചാൽ അവർ എന്നിലും ആകണമെന്നാണ് പഠിപ്പിച്ചത്. വചനത്തെ കൂട്ടാൻ പാടില്ല, കുറയ്ക്കാൻ പാടില്ല, വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും യേശുനാവരിക്കാർ പഠിപ്പിക്കുന്ന അനുസരിച്ചാണ് അങ്ങനെ വേണം വായിക്കാൻ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകണം. നമ്മിൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? പിതാവിലും പുത്രനിലാകണം. എങ്ങനെയാണ് പിതാവിനും പുത്രനും? അതുകൊണ്ടാണ് ശിഷ്യൻ ചോദിച്ചത്, എനിക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ. കാരണം പിതാവിനെ കാണാൻ പറ്റില്ല. ഈ ഭയങ്കര ആകാശത്തെ കൈകൊണ്ട് പിരിച്ചവൻ്റെ ഒരു വിരളെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ഹല്ലേലൂയ സ്തോത്രം. സമുദ്രത്തിലെ വെള്ളത്തെ കൈക്കുമ്പിളിൽ കൂട്ടുന്നു.
കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കുന്നു, ഊഴിയെ നാഴിയിൽ അളക്കുന്നു. ആ ദൈവത്തിൻ്റെ ആ നാഴിയുടെ ഒരു ഭാഗം പോലും കാണാൻ പറ്റും. ആ പിടിച്ചിരിക്കുന്ന ഭാഗം കയ്യോ അതാ ദൈവം. അവനെ വെളിപ്പെടുത്താനായിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഇത് പിന്നെ 4 പൊട്ടക്കണ്ണന്മാർ ആനയെ കാണാൻ, ആർക്ക് കാഴ്ചയില്ലല്ലോ. ആന എങ്ങനെയുള്ളതാണ്. അപ്പോൾ ഒരുത്തൻ പോയി വാലയിലാണ് പിടിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു ആന എങ്ങനെയായിരിക്കുന്നത്, ചൂല് പോലെ ആയിരിക്കുന്നു. വേറെ അടുത്ത പോയി എന്ത് ചെയ്തു, കാലെ പിടിച്ചു. അപ്പോൾ വലിയ എങ്ങനെയാന്ന് പറഞ്ഞത്, തൂണ് പോലെയാന്ന് പറഞ്ഞു. വേറെ പോയി ഇവിടെ പിടിച്ചത് ചെവി വേറെ പിടിച്ചത്. അവൻ എന്ത് പറഞ്ഞു, അത് മുറം പോലെയാണ്. അങ്ങനെ ഓരോരുത്തർ ഇവര് ദൈവം ആരാണെന്ന് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. പഴയ നിയമത്തിൽ മധ്യസ്ഥനില്ല. പഴയ നിയമത്തിൽ യേശു ഉണ്ടോ? ഇല്ല. എവിടെയുണ്ട്? ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുണ്ട്. അപ്പോൾ ഇയ്യോബ് പറയാണ് എനിക്കും ദൈവത്തിനും മധ്യസ്ഥൻ ആരുമില്ലല്ലോ. അവന് മധ്യസ്ഥനില്ലായിരുന്നു. ഇപ്പം നമുക്കൊരു മധ്യസ്ഥനെ തന്നു. പിന്നെ രാജകുമാരുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ഇടത്തും വലത്തും ആരാണ്? ദൂതന്മാരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ ഇവിടെ ഏദൻ തോട്ടത്തിൽ ആരെയാണ് വെച്ചത്? ദൂതനെയാണ് വെച്ചത് അല്ലേ? ആളുമായിട്ട് ആരെയാണ് വെച്ചത്? ദൂതനെയാണ് വെച്ചത്. അപ്പോൾ ഇടത്തും വലത്തും അവിടെ ആരാ ഉള്ളായിരുന്നേ? ദൂതന്മാരെ. ഇപ്പോഴും വലത്ത് ദൈവത്തിന് വലതു ഭാഗത്ത് ആരായിരിക്കുന്നത്? നമുക്ക് വേണ്ടി ഒരുവനെ ദൈവം എന്ത് ചെയ്തു? രക്തത്തോടു കൂടി എന്ത് ചെയ്തു? ജയിച്ചു പോയി. എന്തിനു വേണ്ടിയാ പോയേ? ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുന്നവന് മാത്രമേ എന്നേക്കും എന്ത് ചെയ്യുള്ളൂ? ജീവിക്കുള്ളൂ. അപ്പോൾ പല ഇവിടെ എന്ത് ചെയ്തിരിക്കുക? പാവം നിമിത്തം അവനെ അവിടെ ചെയ്തു, മനുഷ്യ കുലത്തെ തന്നെ എന്ത് ചെയ്തു? പുറത്താക്കി. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്ത് കിട്ടും? ജയിക്കുന്നവനെ ഞാൻ എന്ത് കൊടുക്കും? അത് പൗലോസ് തിമോഥെയോസിന്റെ ലേഖനം എഴുതും പറയാം, നീ കർത്താവിന്റെ വരവ് വരെ ഇതെന്ത് ചെയ്യണം? പ്രമാണിക്കണം. കർത്താവിന്റെ വരവ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ബൈബിളിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ പിന്നെ കർത്താവിനോട് കൂടെയല്ലേ? അപ്പം അതുവരെ ഇത് പ്രമാണിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇടയനെ തിരിച്ചറിഞ്ഞവരാണ് പൗലോസ്. ഇനി ശൂന്യംകാരത്തി എന്ത് ചെയ്തു? ഇടയനെ തിരിച്ചറിഞ്ഞു. ഇനി ഗേഹസിയും ഏലീശയും ആര് ചെയ്തു? ശൂന്യംകാരത്തി എങ്ങനെ തിരിച്ചറിഞ്ഞു? ഗേഹസി എന്തിൽ വീണു? ദ്രവ്യത്തിൽ വീണു. ഈ ശൂന്യംകാരത്തിയെ കുറിച്ച് വായിച്ച് പറഞ്ഞ് വരുമ്പോൾ സമയം ഒരുപാടാകും. ഞാൻ പറയാം. ഈ ശൂന്യംകാരത്തി എന്ന് പറയുന്ന ആ സഹോദരി ആ പട്ടണത്തിൽ ഒരു ഭയങ്കര കോടീശ്ശേരിയായിരുന്നു. അപ്പോൾ ഈ ഏലീശ അതിനെ പോകുമ്പോൾ അവനൊരു എന്ത് ചെയ്തു? ഒരു വീടൊക്കെ അവരുടെ വീടിനോട് ചേർന്ന് ഒരു ഈ പ്രവാചകൻ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് ഒരു റൂം പണിത് കൊടുത്തു. അവനങ്ങനെ ഇരിക്കുമ്പോൾ ശൂന്യംകാരത്തി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ജനത്തിൻ്റെ ഇടയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം അത്ര സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് മക്കളില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഏലീശ പ്രാർത്ഥിച്ച അങ്ങനെ എന്ത് ചെയ്തു? ദൈവം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞെന്ത് ചെയ്തു? മരിച്ചുപോയി. കൊച്ചു മരിച്ചു പോയപ്പോൾ ഈ ശൂന്യംകാരത്തി എന്ത് ചെയ്തു? ഒരു കഴുതപ്പുറത്ത് കയറി പ്രവാചകൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കിന് ഈ ഏലീശ പറഞ്ഞു, ഗേഹസിയാണ് തൻ്റെ ശിഷ്യൻ. ആ ശിഷ്യനോട് പറഞ്ഞു, നീ എൻ്റെ വടിയായിട്ട് പോയി എന്ത് ചെയ്യണം? കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് വടി അവൻ്റെ മേൽ വെക്കുമ്പോൾ കൊച്ച് എന്ത് ചെയ്യും? ജീവനോടെ വരും. അതുകൊണ്ട് നീ പോകാൻ പറഞ്ഞ് അവന് മുന്നേ വിട്ടു. അപ്പോൾ ശൂന്യംകാരത്തി പറഞ്ഞു, നിന്നാണ്, നിൻ്റെ ജീവനാണേ, ഞാൻ എന്ത് ചെയ്യില്ല, നീയല്ല, നിന്നെയും കൊണ്ടല്ലാതെ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് ആരെ പിടിച്ചു നിർത്തി? ഏലീശയെ. എന്നിട്ട് ആദ്യം ഓടിപ്പോയി ഗേഹസി പോയി വടി വെച്ചു. കൊച്ചിന് ജീവൻ ഉണ്ടായില്ല. ഹല്ലേലൂയ, ഏലീശ പോയിട്ടാണ് എന്ത് ചെയ്ത? കുഞ്ഞ് ജീവനോടെ. പിന്നീട് ഈ പിന്നെ ഗേഹസി എന്ത് ചെയ്യുന്ന പറയുക? ദ്രവ്യത്തിൽ വീണു. ദ്രവ്യാഗ്രഹത്തിൽ വീണിട്ട് എന്ത് ചെയ്തു? നയമാൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ദ്രവ്യം മേടിച്ചുകൊണ്ട് നയമാൻ്റെ പുഷ്പം എന്ത് ചെയ്തു? അവൻ്റെ മേൽ. അപ്പോൾ യഥാർത്ഥ ഇടയനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഇനി ശമരിയ സ്ത്രീയോ? യോഹന്നാന്റെ സുവിശേഷം 4:10. നീ യഹൂദനായിരിക്കുക. എന്തിനാ പിന്നെ യേശു എന്ത് ചെയ്തു? ശമരിയിൽ കൂടി കടന്നു പോയേണ്ടി വന്നു. ഈ ശമരിയക്കാരുടെ എങ്ങനെയാണെന്നറിയോ? ശമരിയക്കാരോട് അവരെ പഠിപ്പിച്ചിരിക്കുന്ന യഹൂദ ദേശത്തേക്ക് എന്ത് ചെയ്യണ്ട, അല്ലെങ്കിൽ ബേത്ലഹേമിലേക്കൊന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ആരാധിച്ചാൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ യാഗപീഠമൊക്കെ പണിത് എന്ത് ചെയ്തു? അവർ ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്തില്ല? യെരുശലേമിലേക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പോലെ. അപ്പോൾ ഇവർ ഒതുക്കി വെച്ചിരിക്കുക ശമരിയക്കാരെ. അപ്പോൾ ഈ ശമരിയിലൂടെ ആർക്ക് പോകേണ്ടി വന്നു? യേശുവിന് പോകേണ്ടി വന്നു. അപ്പോൾ യേശു പോകുമ്പോൾ ഈ ഒരു സ്ത്രീയുടെ അടുത്ത് വെള്ളം ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ മൊത്തം വായിച്ച് നോക്കുമ്പോൾ അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു അവളോട് പറയുന്ന മറുപടിയും ചോദ്യവും മറുപടിയുമാണ്. വേഗം വായിച്ചാട്ടെ. നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയോട് കുടിപ്പാൻ ചോദിക്കുന്നത് കണ്ടോ? അവർക്ക് തമ്മിൽ സമ്പർക്കമില്ല. രണ്ട് ദേശക്കാർക്ക് തമ്മിൽ ഒരു സമ്പർക്കവും ഇല്ല. യേശു, നീ ദൈവത്തിന്റെ ദാനം നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ അവൻ നിനക്ക് എന്തുകൊണ്ടെന്ന് തന്നെ. യജമാനെ കോരുവാൻ പാത്രമില്ലല്ലോ, എവിടെ നിന്ന്? കണ്ടോ? എല്ലാവരുടെയും പിതാവാരാ? ശമരിയക്കാരുടെയും ഇസ്രായേലിന്റെയും പിതാവാരാ? യാക്കോബാ. കണ്ടോ? അവര് പിന്നെ ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്യില്ല, വരാത്തതുകൊണ്ട് അവരുമായിട്ട് ഒരു ബന്ധവും
ഇല്ല, അവർ അവിടെ തന്നെ എന്ത് ചെയ്തു? യാഗപീഠം പണിതു. ദൈവത്തിൻ്റെ ശിക്ഷ മേടി കേൾക്കാൻ വേണ്ടി അവർ ഇവിടെ തന്നെ എന്ത് ചെയ്തു? അവിടെ അവരുമായിട്ട് യഹൂദന്മാർക്ക് ഒരു ബന്ധവും ഇല്ല. വായിക്കും. യാക്കോബിനെക്കാളും നീ വലിയവനാണോ? അവനാണ് ഈ കിണർ ഞങ്ങൾക്ക് എന്ത് ചെയ്ത് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഈ വെള്ളം കുടിക്കുന്നതെല്ലാം വേഗത്തിൽ പിന്നെയും എന്ത് ചെയ്യും? ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാൾ ദാഹിക്കില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറയും. ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ. ഇതാണ് ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഞാൻ കൊടുക്കും. ഉയരത്തിന് ശക്തീകരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നഗരത്തിൽ എന്ത് ചെയ്യാൻ പാർക്കാൻ പറഞ്ഞു. അതാണ് 120 പേര് ആ ശക്തിയാണ് വന്നത്. ആ ശക്തിയെ മൂന്നാമത്തെ എന്താക്കി? ഇവർ മൂന്നാമത്തെ ആളാക്കി. പിതാവ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ വായിച്ചു, പിതാവും പുത്രനും ഞങ്ങൾ വന്ന് അവൻ്റെ അടുക്കൽ വസിക്കും. അപ്പോൾ പിതാവും പുത്രനും ഒന്നായി വരുന്നത് സകല ജഡത്തിൻ്റെ പേര്. ഇപ്പം നമ്മൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ അവിടെ ആരുണ്ട്? പിന്നെ പിതാവിനെ വേറെ വിളിക്കണം. യേശു ഉള്ളവൻ ആരുണ്ടെന്നാണ് പറഞ്ഞത്? പിതാവുണ്ട്. യേശു ഇല്ലാത്തവന് പിതാവില്ലെന്നാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞത്. പുത്രനെ തള്ളുന്നവൻ ആർക്കില്ല? പിതാവ് ഇല്ല. വായിക്കും. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ പോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞത്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവന് ഭർത്താവല്ല. നീ പറഞ്ഞ സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ശമരിയ സ്ത്രീ യേശു ആരാന്നാ കണ്ടത്? യജമാനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ശമരിയക്കാർക്ക് യഹൂദന്മാരല്ലേ, അവർക്ക് എന്തറിയാം? മോശ എന്താ പറഞ്ഞത്? എന്നെപ്പോലൊരു പ്രവാചകനെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് തരും, എഴുന്നേൽപ്പിച്ച് തരും. അവന്റെ വാക്ക് കേൾക്കാത്തവരൊക്കെ എന്തായിത്തീരും എന്ന് പറഞ്ഞേ? നശിച്ചു. മോശയുടെ വാക്ക് കേൾക്കാത്തവരെ നശിപ്പിച്ചെങ്കിൽ പിന്നെ പുത്രന്റെ വാക്ക് കേൾക്കാത്തവനെ എന്ത് ചെയ്യും? നശിച്ചു. അതുകൊണ്ടാണ് ഈ ശമരിയ സ്ത്രീ എന്താ പറയുന്നത്? നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. വായിച്ചു. പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഇവരൊക്കെ എവിടെയാ നമസ്കരിച്ചു വന്നത്? ഈ ശമരിയയില്. പക്ഷെ നമസ്കരിക്കേണ്ട സ്ഥലം എവിടെയാ? യെരൂശലേമിലാ. സ്ത്രീയെ എന്റെ വാക്ക് എന്ത് ചെയ്യണം? നീ വിശ്വസിക്കണം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. രക്ഷ എവിടെന്നാ വരുന്നത്? യഹൂദന്മാരുടെ ഇടയിൽ. നമുക്കൊക്കെ രക്ഷ വന്ന എവിടെന്നാ? യഹൂദന്മാരുടെ ഇടയിൽ നിന്നാ. യഹൂദന്മാരിൽ ആരിൽ നിന്നാ വന്നത്? യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് നമ്മുടെ കർത്താവ്. വായിക്കേ. യേശു പറയാണ്, സത്യനമസ്കാരികൾ ആരെ ആരാധിക്കുന്നത്? പിതാവിനെ ആത്മാവിലും സത്യത്തിലും. സത്യനമസ്കാരികൾ മാത്രമേ പിതാവായ ദൈവത്തെ ആരാധിക്കുള്ളൂ. അല്ലാത്തവരെല്ലാം പുത്രനാ ദൈവം എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നത്. ആരാ പുത്രനാ ദൈവം എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആരാ പുത്രനാ ദൈവം? ലൂസിഫർ. അവനാണ് ദൈവത്തോട് ഞാൻ സമനാകും, അത്യുന്നതിന്റെ മീതെ ഇരുന്ന് വാണരുളും. പിന്നെ എന്നെ ഒന്ന് വീണ്ടും നമസ്കരിച്ചാൽ മതി, ഞാൻ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞേ? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം വേറെ ഒന്നിനെ നീ എന്ത് ആരാധിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് എഴുതിയിരിക്കുന്നു പറഞ്ഞപ്പോൾ സാത്താൻ ആ ബോംബ് ഇട്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? വിട്ടുപോയി. ആ വചനം വീണുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒന്നും പറയേണ്ടി വന്നില്ല അല്ലേ? അപ്പം നിന്റെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യണം? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരെ ആരാധിക്കണം? സൃഷ്ടിയെ ആരാധിക്കണോ സൃഷ്ടാവിനെ ആരാധിക്കണോ? പുത്രനാരാ? ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത സൃഷ്ടി. ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗീയ മനുഷ്യൻ. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വചനം ജഡമായതാണ്. വായിൽ നിന്ന് ഏത് വചനം പുറപ്പെട്ടു? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ചു. എന്നിട്ടാണ് അവിടെ വാള് വെച്ചത് അല്ലേ? ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്തത്? തിന്നരുതെന്ന് പറഞ്ഞവരെ വാള് വെച്ചിട്ട് എന്ത് ചെയ്തു? അവരെ പുറത്താക്കി കളഞ്ഞു. ആ വൃക്ഷത്തിന്റെ ഫലത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇടയനെ വെട്ടിക്കഴിഞ്ഞു അല്ലേ? ഇടയൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? വാള് ഇവിടുത്തെ ജോലി കഴിച്ചിട്ട് പോയി. വാളിന്റെ ജോലി എന്താ? രക്തം ചിന്തണം. രക്തം ചിന്തിട്ട് എന്ത് ചെയ്തു? വാള് പോയി. ഹല്ലേലൂയ സ്തോത്രം. ഈ രക്തവുമായിട്ട് ആര് പോയി? പുത്രൻ പിതാവിന്റെ അടുത്ത് എന്ത് ചെയ്തു? പോയി. നമുക്ക് വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പക്ഷപാതം കഴിച്ച് നമുക്ക് അവനിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് എന്ത് ചെയ്തു? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇനി വായിച്ചോ. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവര് പിതാവിച്ചിരിക്കുന്ന. ആരെ നമസ്കരിക്കുന്നവര്? തന്നെ. പിതാവിനെ നമസ്കരിക്കുന്നവർ എങ്ങനെയുള്ളവരെന്ന് വെച്ചിരിക്കുന്നത്? വായിച്ചേ. ദൈവം കണ്ടോ? ദൈവം ആരാണ്? ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചില്ല. ദൈവം ആരാ? ആത്മാവാകുന്നു.
അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ സത്യത്തിന് എന്ത് ചെയ്യണം? ഈ ശക്തിയിൽ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ആ ശക്തി കോട്ടകളെ ഇടിപ്പാൻ നമ്മളിവിടെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുതം ചെയ്യുന്നത് എന്താ? ഇത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിടത്ത് എന്ത് ചെയ്യും? ബ്രെയിൻ ട്യൂമർ ബാധിച്ചവർ വരെ എന്ത് ചെയ്തത്? ഹല്ലേലൂയ സ്തോത്രം. അവനെക്കാളും കുറച്ച് ട്യൂമർ ഉണ്ടായിരുന്നവൻ മരിച്ചു പോയപ്പോൾ അവന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാണ്? ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് എവിടെയാണ് ലഭിക്കുന്നത്? നെഗളിക്കാതിരിക്കാൻ നമുക്ക് എവിടെയാണ് തന്നിരിക്കുന്നത്? മൺകൂടാരത്തിൽ. അതുകൊണ്ട് ഒരു മനുഷ്യനെ എന്ത് ചെയ്യരുത്? നെഗളിച്ചു പോലെ നാം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയത്രേ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വീഴാൻ നിൽക്കുന്നത് ആരുടെ കൃപയാ? ദൈവത്തിന്റെ കൃപയാ. നമ്മളൊന്നും നെഗളിപ്പാനില്ല. ഇത് വിലയ്ക്ക് മേടിക്കാൻ ഒരുത്തം പോയി. അപ്പോസ്തലന്മാർ കൈവെക്കുന്നത് കണ്ടാറെ, പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടാറെ എന്ത് ചെയ്തു? താൻ ദ്രവ്യം കൊടുത്തിട്ടല്ലേ ഞാൻ കൈവച്ചാൽ എന്ത് ചെയ്യണം? ഇത് ദ്രവ്യത്തിൽ കിട്ടുന്നതാണോ? ഹല്ലേലൂയ സ്തോത്രം. ഇത് എവിടെ കിട്ടും? താഴ്മയിലും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ താഴ്മയിൽ ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ തന്നെ താഴ്ത്തി നമ്മളൊന്നുമല്ലപ്പാ ഇത് പ്രാപിക്കാൻ പോലും നമ്മൾ യോഗ്യരല്ല. ദാവീദ് പറഞ്ഞ് അടിയനെ നീ ഓർക്കേണ്ടതേ, ഞാൻ എന്ത് മനുഷ്യപുത്രനെ ഓർക്കേണ്ട അവൻ എന്തും മാത്രം നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നീ എന്ത് ചെയ്തിരു അണിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു നക്ഷത്രം നമ്മുടെ ഭൂമിയെക്കാട്ട് എത്ര വലിപ്പമാണ്. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ എന്തോരം ദൈവത്തിന് ഉണ്ട്. എങ്കിലും ദൈവം നമ്മൾ ഉള്ളങ്കയിൽ വരച്ച് നമ്മളെ സ്നേഹിക്കുന്നതാണോ? അവായി മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറയും. യേശു അവളോട് ആര്? നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശമരസ്ത്രീ പറയാണ് മശിഹ വരുമ്പോ എന്ത് ചെയ്യും? അറിയിച്ചു തരും. ആ വായിക്കും. യേശു അവളോട് നിന്നോട് ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മശിഹ. മശിഹ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമിയിലേക്ക് വരുന്ന ക്രിസ്തു അല്ലെങ്കിൽ അഭിഷക്തൻ. വായിക്കും. ആശ്ചര്യപ്പെട്ടു. കാരണം യഹൂദന്മാർക്കും ശമരിയക്കാർക്കും ബന്ധമില്ല. ആ വായിക്കും. എങ്കിലും നീ എന്ത് ചോദിക്കുന്നു? അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് ഇനി സ്ത്രീ ചെന്ന് പറയുന്ന കാര്യം കേട്ടു. പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് ഞാൻ ചെയ്തത് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നവളാ ചെന്ന് പറയുന്നത് കേട്ടോ. വായിക്കേ. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് ഒരു ഇടയനെ വന്ന് നിങ്ങൾ കാണണം അല്ലേ? വെട്ടപ്പെടാൻ പോണ ഇടയനാ വന്ന് കാണി. അവൻ പക്ഷെ ആരായിരിക്കും? ക്രിസ്തു ആയിരിക്കുമോ? ഒരു അഭിഷക്തം വരുമെന്ന് ആര് പറഞ്ഞു? മോശ പറഞ്ഞല്ലേ? യെശയ്യാവ് പറഞ്ഞു, ദാവീദ് പറഞ്ഞു അല്ലേ? അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരൊക്കെ എന്ത് ചെയ്തു? പറഞ്ഞു. മോശയുടെ പുസ്തകത്തിലും ന്യായപ്രമാണത്തിലും പിന്നെ പ്രവാചക പുസ്തകത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അവന്റെ അടുക്കൽ വന്നു. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് യേശു എന്തിനാ വന്നേ? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തേക്കുന്നത് തന്നെ എന്റെ ആഹാരം. യേശു എന്തിനാ വന്നത്? ദൈവത്തിന്റെ പ്രവൃത്തി തേക്കാൻ വന്നതാ. എന്തുകൊണ്ടാ? മനുഷ്യരെല്ലാം എന്തായി തീർന്നു? നമ്മൾ വായിച്ച ഞാൻ ആടുകളെ ആരുടെ അടുത്ത് ചോദിക്കും? പുരോഹിതന്മാരുടെ അടുത്ത് എന്ത് ചെയ്യും? ചോദിക്കും. അവരെ ഞാൻ അവരുടെ ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് മാറ്റിയില്ലേ? യേശു വന്നിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ വന്നിട്ട് യാഗമായി തീർന്ന് ഈ വാളും മാറ്റിയിട്ട് പോയിട്ട് നമ്മളെ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരായി ഇടയന്മാരായും എന്ത് ചെയ്തു? ആക്കി വെച്ചിട്ട് മറ്റവരെയൊക്കെ എന്ത് ചെയ്തു? മാറ്റി. ഇത് പ്രവചിക്കുകയാണ്. എഹെസ്കേൽ പ്രവചിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്ന് അവരെന്ത് ചെയ്യും? മാറ്റും. യേശു പറഞ്ഞു, എനിക്ക് മുമ്പ് വന്നവരൊക്കെ ആരാന്ന് പറഞ്ഞേ? കള്ളന്മാരും കൊള്ളക്കാരൊക്കെയാണ് വന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? തങ്ങളോ നാശയോഗ്യരായിരിക്കെ മറ്റുള്ളവരെ ഇരട്ടിച്ച നരകയോഗ്യരാക്കിയിരുന്നവർ ബൈബിളിലിരിക്കുന്നു. അവരെ നാശയോഗ്യര. അവർക്ക് ദൈവത്തെ ആരാണ്, ദൈവം ആരാണ്, ദൈവത്തിന്റെ പേരെന്താണെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും ദൈവപുത്രൻ എന്തിനു വന്നെന്നും ദൈവത്തിന്റെ ആത്മാവ് എന്താണെന്നൊന്നും അവർക്ക് അറിയുന്നില്ല. അപ്പോൾ അവരെ നാശയോഗ്യരായിരിക്കെ മറ്റുള്ളവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇരട്ടിച്ച നരകയോഗ്യരാക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. വായിക്കും. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുമെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലമുക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് എടുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ സ്തോത്രം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വീണ്ടും വരാം. 3:22 വായിച്ചു. നമ്മിൽ ഒരുത്തനെ പോലെ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എല്ലാം ഒന്നില്ല. ഞാനിപ്പോ പറഞ്ഞു, ഞങ്ങൾ വന്ന് അവന്റെ അടുക്കൽ എന്ത് ചെയ്യും? ഇവർ തൃത്തക്കാർ പഠിപ്പിക്കുന്ന അന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന മനുഷ്യനെ
സൃഷ്ടിച്ചെന്നാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1:26. ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ അവിടെയും നാം ഒന്നല്ലേ. അപ്പോൾ എത്ര ഒന്നിലധികം പേരിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് കൂടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? മലാക്കി പ്രവാചകന്റെ പുസ്തകം 2:10. നമുക്കെല്ലാവർക്കും ഒരു പിതാവ്. നമുക്കെല്ലാവർക്കും എത്ര പിതാവുണ്ട്? ഒരു പിതാവല്ലോ നമുക്കുള്ളത്. ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. എത്ര ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്? വരുവിൻ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. എത്ര ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ഒരു ദൈവം തന്നെ. ഒരു പിതാവ് ഒരു ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അപ്പൊ ദൈവത്തിന്റെ കൂടെ ആരായിരുന്നു അവർ കൂടെ ഉണ്ടായിരുന്നത്? ദൂതന്മാരാ. ദൈവത്തിന്റെ പുത്രന്മാരാരാ? ദൂതന്മാരാ. അല്ലെങ്കിൽ വരുവിൻ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനുണ്ടാക്കുക. അപ്പൊ ആ സ്വരൂപത്തിൽ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മുടെ സ്വരൂപമാണ് ആരുടെ? ദൈവത്തിന്റെ. എന്നാൽ നമ്മളിൽ നിന്ന് എന്തെല്ലാം പോയി? തേജസ് എല്ലാം എന്ത് ചെയ്തു? എവിടെ വെച്ച് പോയേ? ഉൽപ്പത്തി പുസ്തകത്തിൽ എന്ത് ചെയ്തു? ജീവന്റെ വൃക്ഷത്തിന്റെ ഫലത്തിന് മുമ്പ് വേറൊരു വൃക്ഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? നന്മ തിന്മകളെ. അത് ആര് ഭക്ഷിച്ചു? ആദാമും ഹവ്വായും രണ്ടുപേരും എന്ത് ചെയ്തു? ആദ്യം ഹവ്വ ഭക്ഷിച്ചു, രണ്ടാമത് ആദാമ് ഭക്ഷിച്ചുകൊണ്ട് ദൈവം അവരെ എന്ത് ചെയ്തു? പുറത്തിറക്കി. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമ്മളെ എത്ര പേരെ സൃഷ്ടിച്ചത്? ഒരാൾ. സദൃശവാക്യം 11:30. നീതിമാൻ എന്താ പ്രതിഫലം വരുന്നത്? ജീവവൃക്ഷം. നമുക്കിത് എപ്പോഴാണ് കിട്ടുന്നത്? ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം കിട്ടും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി 3:20 നമ്മിൽ ഒരുത്തനെ പോലെ അവരെന്ത് ചെയ്തു? ആകെ ഇനി അവർ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്നിട്ട് അവരെന്ത് ചെയ്തത്? പാവിയായിട്ട് ജീവിക്കരുതെന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്തു? അവരെ പുറത്താക്കി. മർക്കോസിന്റെ സുവിശേഷം 12:25 വായിച്ചാൽ ഒരു സഹോദരി 7 സഹോദരന്മാരും എന്ത് ചെയ്തു? മാറി മാറി കെട്ടി എല്ലാവരും മരിച്ചുപോയി. അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആർക്ക് ഭാര്യയായിട്ട് തീരുമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടിയാ വായിക്കേ. വിവാഹം കഴിക്കുകയില്ല. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവവർഷം നമുക്ക് കിട്ടില്ലേ? അപ്പൊ നമുക്ക് വിവാഹവും ഇല്ല അവിടെ. വിവാഹത്തിന് കൊടുക്കത്തുമില്ല. ആരെ പോലെ ആകുന്നത്? നമ്മൾ ആരെ പോലെ? സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ. അപ്പൊ വരുവിൻ നാം നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൂടെ ആരുണ്ടായിരുന്നു? അവിടെ ദൈവത്തിന്റെ പേരെന്ന് പറഞ്ഞേ സൈന്യങ്ങളുടെ യഹോവ. എങ്ങനെയാ പറയുന്നത്? സൈന്യങ്ങൾ. അവർ ദൈവത്തിന് കൂടെ കോടി കോടി ദൂതന്മാർ ദൈവത്തിന്റെ കൂടെ എപ്പോഴും. അപ്പം നാം നമ്മുടെ സാദൃശ്യ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ട്? ദൂതന്മാരല്ല. അതവിടെ പുത്രനും പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കൂടെ ഉണ്ട്. ഒരാൾ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിച്ച 3 കുട്ടികളെ കൊണ്ട് ഇത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താ? പഠിപ്പിച്ച് പോസ്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ബൈബിളിൽ അങ്ങനെ ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. പുസ്തകം വാങ്ങുവാൻ ആരെയും കാണാത്തപ്പോൾ വെളിപ്പാട് പുസ്തകത്തില് പിതാവിന്റെ അടുത്ത് പുസ്തകം വാങ്ങുന്ന ആരാ? യേശു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഉസിയാവ് മരിച്ചാണ്ടിൽ ദൈവം ഉയർന്നു പൊങ്ങിയും സിംഹാസനത്തിൽ എത്ര പേര് ഇരിക്കുന്ന കണ്ടത്? ഒരുവൻ ഇരിക്കുന്ന കണ്ടു. വെളിപ്പാട് പുസ്തകത്തില് സിംഹാസനത്തിൽ എത്ര പേരാ ഉള്ളത്? ദൈവം ഒരാളേ ഉള്ളൂ. അല്ല 3 ദൈവമൊന്നും ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഉൽപ്പത്തി പുസ്തകം 11:7. അവർ തമ്മിൽ വരുവിൻ. വരുവിൻ എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ ആളുണ്ടോ? വരുവിൻ. ഞാൻ പറയാം വരുവിൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? പോരും അല്ലേ? അപ്പൊ വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് ആര്? പിതാവായ ദൈവം പറയാം നാം ഇറങ്ങിച്ചെന്ന് അവരെന്ത് ചെയ്യണം? ഭാഷ എന്ത് ചെയ്യണം? കലക്കണം. അവരെന്താ ചെയ്തോണ്ടിരിക്കുന്നത്? സ്വർഗത്തോളം ഒരു ഗോപുരം പണിത് നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പം എത്താമെന്ന് പറഞ്ഞാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യും? ദൈവം അവിടെ വെച്ചാണ് നമ്മുടെ ഭാഷ കലങ്ങിയത്. അല്ലെങ്കിൽ അതുവരെ ഒരു ഭാഷയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞാൽ നാം ജനിച്ച നമ്മുടെ ഭാഷയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു? പ്രസ്താവിക്കുന്നു. വായിക്കും. ചിതറിച്ച് കളഞ്ഞു. ഇനി സങ്കീർത്തന പുസ്തകം 72:18. അവിടെ അത്ഭുതങ്ങൾ ചെയ്ത ആരാ? വരുവിൻ നാം ഇറങ്ങി ചെന്നു പറയുമ്പോൾ അവിടെ അത്ഭുതം ചെയ്ത എത്ര പേരാ? താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി താൻ മാത്രമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അവിടെ കൂടെ 3-4 ദൈവങ്ങളൊന്നും ഇല്ല. സങ്കീർത്തനം 136:4 പറയാണ് ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവനെ അവന്റെ ദയ എന്നേക്കുള്ളത്. അത്ഭുതങ്ങളെല്ലാം ചെയ്തവൻ ആരാ? എത്ര പേരായിട്ടാ? ദൈവം കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 3204ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രന്മാരിൽ എനിക്ക് തുല്യനാര്? ഭൂമിയിൽ എനിക്ക് തുല്യനാര്? ദേവന്മാരിൽ എനിക്ക് തുല്യനാര്? എന്നിട്ട് ദൈവം തന്നെ മറുപടി മനുഷ്യപുത്രന്മാരിൽ എനിക്ക് തുല്യനാരുമില്ല, ഭൂമിയിൽ എനിക്ക് തുല്യനാരുമില്ല, ദേവന്മാരിൽ എനിക്ക് തുല്യം ആരുമില്ല, ഞാൻ ഒരുത്തനെ അറിയുന്നില്ലെന്നാണ് ദൈവം പറഞ്ഞത്. ഇവർ പറയുന്നത് 3 പേര് ചേർന്ന് എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ 18:2 വായിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു തരാം. ലോത്ത് എന്ത് ചെയ്തു?
സോദോം ഗോമോരയിലേക്ക് എന്ത് ചെയ്തു? അബ്രഹാമിനെ വിട്ടുപോയി താമസിച്ചല്ലേ? ആ സോദോം ഗോമോര പാപം കൊണ്ട് നിറഞ്ഞപ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടി ദൂതന്മാർ വന്നു അല്ലേ? 2 ദൂതനും ഒന്ന് ദൈവം സ്വദൂതനായി വെളിപ്പെട്ടു ദാനിയേലിന്റെ പുസ്തകത്തിലൊക്കെ. അപ്പോൾ അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആ 2 ദൂതന്മാർ എന്ത് ചെയ്തു? സോദോമിലേക്ക് പോയി. അവിടെ അബ്രഹാമിന്റെ വീട്ടിൽ 3 ദൈവങ്ങൾ വന്നെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ത്രിയേക ദൈവം എന്ത് ചെയ്തു? പക്ഷെ വ്യക്തമായിട്ട് 19:1 പറയണ ആ 2 അത് മാത്രം ഒന്ന് വായിച്ചേ. ആ 2 ദൂതന്മാർ മതി. അപ്പൊ അവിടെ ദൈവത്തിന് കൂടെ നാം ഇറങ്ങിച്ചെല്ലുക, നാം നമ്മുടെ സാദൃശ്യ സ്വരൂപത്തിലൊക്കെ അവിടെ ആരാ കൂടെ ഉണ്ടായിരുന്നേ? ദൂതന്മാർ. ഇനിയും വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19:4 ഒന്ന് വായിച്ചേ. സൃഷ്ടിച്ചവൻ ആദിയിൽ അപ്പൊ സൃഷ്ടിച്ചവരല്ല, നമുക്കെല്ലാവർക്കും ഒരു ദൈവമല്ലോ നമ്മൾ സൃഷ്ടിച്ചത്. മലാക്കി 2:10 തന്നെ വായിച്ചേ. എത്ര ദൈവമാണ് സൃഷ്ടിച്ചത്? അപ്പം ഈ വാള് വെച്ചത് എന്തിനാണെന്നറിയാവോ? നമ്മൾ എന്ത് ചെയ്യണം? ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് തരണം ദൈവം. അതിനുവേണ്ടി എന്ത് ചെയ്തു? രക്തം ചിന്താൻ വേണ്ടി ഇടയനെ എന്ത് ചെയ്യണം? വെട്ടണം. അപ്പം ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു എന്ത് ചെയ്തു? ആ വലിയ ഇടയൻ നമുക്ക് വേണ്ടി വന്ന് രക്തം ചിന്തി എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ആ രക്തവുമായി എന്ത് ചെയ്തു? പിതാവിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം നമുക്കെന്ത്? ഇരുപക്ഷത്തെയും ഒന്നാക്കി നടിച്ചുവർ എന്ത് ചെയ്തു? ന്യായപ്രമാണം എന്ന നടിച്ചുവരും ഈ ദുരുപദേശം എന്ന നടിച്ചുവരൊക്കെ ഇടിച്ചു കളഞ്ഞിട്ട് പിതാവിനെ പുത്രനെ അറിയുന്ന അറിവ് നമുക്ക് തന്നെ. എല്ലാ ലേഖനത്തിൻ്റെ 1 മുതൽ 4 വാക്യങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. അതിനകത്ത് എഴുതിയിരിക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പിതാവ് ദൈവവും യേശു നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൻ്റെ നാമത്തിൽ എന്ത് പിതാവിനോട് ചോദിച്ചാലും പിതാവ് പുത്രനിൽ എന്ത് ചെയ്യും? മഹത്വപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:12 വായിച്ചേ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി. ഞാൻ പറയുന്നത് ഞാൻ എന്ന് പറയാൻ ആൾക്കാർ അവകാശമുള്ള ഞാൻ തന്നെ, ഞാനല്ലാതെ ഒരു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞാൽ ദൈവം. അപ്പൊ ഞാൻ ഭൂമിയെ സൃഷ്ടിച്ചത്, ഞാൻ എന്ന് പറഞ്ഞാൽ ഏകനാ അല്ലേ? ഞാൻ ഭൂമിയെ സൃഷ്ടിച്ചു. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി. അതിന് മനുഷ്യനെയും ആരാ സൃഷ്ടിച്ചത്? ഞാനാ അല്ലേ? പിന്നെ തൃത്വം നാം ഇറങ്ങിച്ചെന്ന് സൃഷ്ടിക്കാമെന്നൊക്കെ പറഞ്ഞോ? എബ്രാഹിം പറഞ്ഞു, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. ദൈവമേ എന്ന് പുത്രനെ വിളിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ? ചെറിയ അക്ഷരത്തിലെ ഗോഡാ. അതിന് ഇവരെന്ത് ചെയ്തു? പിതാവിന് മാത്രമല്ല ക്യാപിറ്റൽ ലെറ്ററിലെ ഗോഡ് വരുന്നത്. അപ്പം പുത്രനോടോ ദൈവമേ എന്ന് വിളിച്ചില്ല. അപ്പോൾ ബൈബിൾ കോളേജിൽ ഒരു അധ്യാപകൻ പഠിപ്പിച്ചത് പുത്രനെ കണ്ടപ്പോൾ പിതാവ് ദൈവമേ നിന്റെ സിംഹാസനം സിംഹാസനം എന്ന് പറഞ്ഞ് പുത്രനെ ഇങ്ങനെ നമസ്കരിച്ചെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം ദൈവം പറഞ്ഞത് എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ദൈവം പറഞ്ഞു, എനിക്ക് മുമ്പൊരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകത്തുമില്ല. ശേഷവും ഉണ്ടാകത്തില്ല, മുമ്പും ഉണ്ടായിട്ടില്ല. ആ സത്യദൈവത്തിനാണ് നമ്മൾ എന്ത് ചെയ്യണം? സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആ ആരാധിക്കാൻ വേണ്ടി അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞത് എന്ത് ചെയ്യണം? ഈ ഇടയൻ എന്ത് ചെയ്യണം? വെട്ടപ്പെടണം. അവൻ്റെ രക്തം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കുവാൻ സകല ജഡത്തിന്മേലും ദൈവം എന്ത് ചെയ്തു? തൻ്റെ ആത്മാവിനെ ഞങ്ങൾ വന്ന് അവരിൽ എന്ത് ചെയ്യും? വസിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇടയൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? വെട്ടപ്പെട്ടു. ഹല്ലേലൂയ. വാള് നീക്കി ജയിക്കുന്നവൻ എന്ത് കിട്ടും? അതുകൊണ്ട് അതിന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല പോർ പൊരുതണം, ഓട്ടം ജയിക്കണം, വിശ്വാസം കാക്കണം, ജീവന്റെ കിരീടം എന്ത് ചെയ്യും? ലഭിക്കും. ആരോട് എങ്ങനെ പോർ പൊരുതണം? നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ഈ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും. അപ്പൊ ഇതിലെല്ലാം ഈ ആകാശ ശക്തിയും ഇതെല്ലാം ദൈവങ്ങളെന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വഞ്ചിച്ചുകൊണ്ടിരിക്കുക. തിരുവചനത്തിൽ തന്നെ 5 ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏത് യേശുവാ ദൈവം എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. നമുക്കറിയാം പിതാവായ യേശപ്പനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഹല്ലേലൂയ സ്തോത്രം പൗലോസ് പറയാണ്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന, അവനും യേശു എന്ന പേര്, അവൻ ദൈവമെന്ന് നടിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്നും പൂജാവിഷയമെന്നും തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയെ തന്നെത്താൻ എവിടെ വെച്ചാൽ അവൻ ഉയർത്താൻ തുടങ്ങി. ഞാൻ അത്യുന്നതന്റെ മീതെ ഉയർന്നിരിക്കും അല്ലേ? അത്യുന്നതന്റെ മീതെ ഇരുന്ന് വാണരുളെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ തന്നെ ദൈവം അവനെ വെട്ടി. അവനാ പുത്രനാം ദൈവം. അതുകൊണ്ട് പുത്രനാം ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്, നമ്മുടെ ഹല്ലേലൂയ കർത്താവായ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷത്തിലേക്ക് എന്ത് ചെയ്യണം? എല്ലാവരും എത്തണം. അതിനായി ദൈവം നമ്മളെ ഹല്ലേലൂയ സ്തോത്രം ബലപ്പെടുത്തട്ടെ. അനേകരെ സത്യം പഠിപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. കേൾക്കുന്ന അനേകര് സത്യദൈവത്തെ അറിഞ്ഞ് ജീവനുള്ള ദൈവത്തിന്റെ വഴി നടക്കുവാൻ കൃപ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധ ആരാധനയിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമേ വിശുദ്ധ പകൽക്കാലം ഞങ്ങൾ കടന്നു വരികയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രപ്പാ ചിന്തിച്ച തിരുവചനം കർത്താവേ, ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ വാള് ഹല്ലേലൂയ സ്തോത്രം ഇടയനെ വെട്ടണം. ഞങ്ങൾക്ക് വേണ്ടി വെട്ടപ്പെട്ട കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ഹല്ലേലൂയ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുവേണ്ടതെന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ ദൈവത്തെ ആരായിപ്പാൻ ദൈവം കൃപ ചെയ്തവർക്ക് സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിൻ്റെയും ഹല്ലേലൂയ ദൈവമേ, നിന്റെ കൃപ ഉണ്ടാകണമേ. ദൈവമേ, അവിടുത്തെ വിശുദ്ധ നാമം ഉയർത്തുവാൻ ദൈവമേ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കണം. കർത്താവേ ദൈവമേ, ദുരുപദേശങ്ങളിൽ നിന്ന് അനേകരെ വിടുവിക്കണമേ. സത്യേക ദൈവത്തെ അറിയുന്ന അറിവ് അവർക്ക് കൊടുക്കണമേ. ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊടുക്കണമേ. അതിനായി ബലപ്പെടുത്തുന്ന ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ താൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. ആകയാൽ പിതാവിനെ പുത്രനെ അറിയുന്ന അറിവ് ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 17:3 ഞങ്ങൾ വായിക്കുന്ന ഏകസത്യതയുമായി നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ദൈവമേ, ആ അറിവ് കൊടുക്കണമേ. ദൈവപ്രവൃത്തി നടക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ. നമ്മളാൽ നടക്കണമേ. അവൻ്റെ പുത്രൻ്റെ വരവിൽ ഞങ്ങളെല്ലാവരും കാണപ്പെടേണ്ടതിന് കൃപയ്ക്കുള്ളിൽ പൊതിയണം സഹായിക്കണം. അല്ലെങ്കിൽ നമ്മളാൽ നിറച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ.